ഭഗവത്ഗീതയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരധ്യായമാണ്, അല്ലെങ്കിൽ ആ അധ്യായത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ഇവിടെയാണ് സ്വാമിജി ഗീതാ വ്യാഖ്യാനത്തിൽ 15-ാം അധ്യായത്തിന്റെ ഒരു വ്യാഖ്യാനത്തിൽ സ്വാമിജി പറയുന്നത്, പരിണാമത്തിന്റെ ഉദാത്തമായ ഭാവങ്ങളെ വ്യാസഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്നാണ്. അതിന് സ്വാമിജി പറയാറ്, എവിടെയാണോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അവസാനിക്കുന്നത് അവിടെയാണ് വ്യാസന്റെ പരിണാമ സിദ്ധാന്തം ആരംഭിക്കുന്നത്. അത് ഈ അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. വാനരൻ നരനാകുന്നതിലൂടെ ഡാർവിന്റെ സിദ്ധാന്തം പര്യവസാനിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിണാമ പ്രക്രിയയെക്കുറിച്ച് ഡാർവിൻ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ വ്യാസർ പറയുന്നത് വാനരൻ നരനാവുന്നതിലൂടെയല്ല, നരൻ നാരായണനാവുന്നതിലൂടെ, മാനവൻ മാധവനാവുന്നതിലൂടെ, പുരുഷൻ പുരുഷോത്തമനാവുന്നതിലൂടെ. പുരുഷൻ പുരുഷോത്തമനാകാനുള്ള യോഗമാണ് പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായം. അപ്പൊ ഈ അധ്യായം ആരംഭിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ ചിത്രം നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ്. ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചിലരൊക്കെ ഉണ്ട് ഈ അധ്യായം. ഒന്നുകൂടെ സ്വാമി ഇത് ഒന്ന് പറയട്ടെ. മനസ്സിലായിട്ടില്ല എന്നുള്ളവര് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. മനസ്സിലായവർ വീണ്ടും മനസ്സിലാക്കൂ. ഊർധ്വമൂലം അത് ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. മുകളിലേക്ക് വേരുള്ളത്. മുകളിൽ എന്നിവിടെ പറയുമ്പം ബ്രഹ്മത്തെ, ഇതിന്റെ വേര് ബ്രഹ്മത്തിലാണ്, ആകാശത്തിലാണ്. ആകാശം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ബ്രഹ്മം എന്നാണ് പറയാം. അതിന്റെ വേരുകൾ പോയിരിക്കുന്നത് ഊർധ്വം, മുകളിലേക്ക്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവിടെ വ്യാസഭഗവാൻ ഊർധ്വം എന്ന് വിശേഷിപ്പിച്ചത് എന്നാണെങ്കിൽ നമ്മൾ കണ്ടു, സർവാസ്പദത്വേന സർവവ്യാപകത്വേന സർവകാരണത്വേന പരം ബ്രഹ്മ ഊർധ്വം ഇതി ഉച്യതേ. പരംബ്രഹ്മത്തെ, ആ ബോധസത്തയെ ഊർധ്വം എന്ന് പറയുന്നു ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ. ഇവിടെയാണ് ഇതിന്റെ വേരുകൾ പോയിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിന്റെ വേര് ബ്രഹ്മത്തിലാണ്. ഒരു കവിയുടെ ഭാവനയാണ്. ഇതങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. എങ്ങനെ ഈ വേരിങ്ങനെ പോയത് ആകാശത്ത് നിന്ന് എങ്ങോട്ടോ പോയത് അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. അങ്ങനെ സങ്കല്പിക്കാതിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഫാമിലി ട്രീ, നമ്മുടെ വീട്ടിലൊരു ഫാമിലി ട്രീ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിലെവിടെ തൂക്കും? നമ്മുടെ മുത്തശ്ശന്റെ പടം, മുത്തശ്ശിയുടെ പടം മുകളിൽ എന്ന് പറയാം. അപ്പൊ നമ്മുടെ കാരണം മുകളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ വേര് മുകളിലാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്നു, അധശാഖം, കീഴോട്ട് ശാഖകളുള്ളത്. അവ്യയം അശ്വത്ഥം പ്രാഹു. ഇങ്ങനെ അവ്യയമായിട്ട് വ്യയമില്ലാത്ത, അതായത് ഈ അശ്വത്ഥത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ കുരുക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഭഗവത്ഗീത ഉപദേശിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അരയാൽ വൃക്ഷത്തെ അവിടെ പറയണു, ഇതാണ് അന്നുണ്ടായിരുന്ന അരയാൽ വൃക്ഷം എന്ന്. ഈ അരയാൽ വൃക്ഷത്തിന് എപ്പോഴും ഒരു നവത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് നശിക്കില്ല. നശിക്കാന്ന് ചോദിച്ചാൽ അതിങ്ങനെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് വേര് ഇറങ്ങി 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 അതങ്ങനെ നിലനിൽക്കും. എന്നാൽ നാശമുണ്ട്, നാശമുണ്ട് എന്നാൽ നാശമില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മറ്റു വൃക്ഷങ്ങളെ ഒന്നും ഇങ്ങനെ ഉപമിക്കാൻ പറ്റില്ല. മറ്റു വൃക്ഷങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. ഇതങ്ങനെയല്ല എന്ന് പറയാം. ഇതങ്ങനെ പടർന്ന് പടർന്ന് പന്തലിച്ച് അങ്ങനെ പോകും. ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഇത് എത്ര കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും ഈ മലബാർ ഭാഗത്തേക്കൊക്കെ, ആ കണ്ണൂർ പ്രദേശം അങ്ങോട്ട് ആ ഹൈവേയിലൊക്കെ പോകുമ്പം കാണാം. അതിന് വേണ്ടത്ര ആഴത്തിൽ ഇറങ്ങാനുള്ള അവസരം നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് റോഡിന്റെ നടുക്കൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. പിന്നെ അവരിങ്ങനെ വെട്ടി വെട്ടി മാറ്റുന്ന. നേരെ മറിച്ച് നമ്മൾ അതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറങ്ങും.
താഴേക്കിറങ്ങി അത് ബലവത്തായിത്തീരും. അപ്പൊ അതൊരു പുതിയ വൃക്ഷത്തിന്റെ ഭാവത്തെ സ്വീകരിക്കുക. നശിക്കുന്നില്ല, എന്നാൽ അത് നശിക്കുന്നുണ്ട്. ഈ ഒരു ഒഴുക്കാണ് ഈ വൃക്ഷം എന്ന് പറയാം. ശരിക്കും മനസ്സിലാക്കണം ഈ വൃക്ഷത്തെ. ഈ വൃക്ഷം ഇങ്ങനെ വേരിറങ്ങി അതിന്റെ എന്താ പറയാ, അത് വീണ്ടും സ്ഥായി രൂപം പ്രാപിച്ച് വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏക്കർ കണക്കിന് പടർന്നു നിൽക്കുന്ന ഈ അശ്വത്ഥ വൃക്ഷം, പേരാൽ വൃക്ഷത്തെ കാണാം. അപ്പൊ ഇതൊരു സംസാരത്തിന്റെ ചിത്രമാണ് എന്ന് പറയും. അങ്ങനെയാണ്. അതിന് നമ്മുടെ ഇതില് മരത്തിന് പോഷണം കൊടുക്കുന്നത് വേരുകളാണെങ്കിൽ നമുക്ക് പോഷണം നൽകുന്നത് വിഷയങ്ങളാണ് എന്ന് പറയാം. വിഷയങ്ങളാകുന്ന തളിരുകൾ, അതിനോട് നാം നിത്യസമ്പർക്കം പുലർത്തുന്ന സമയത്ത് അതിനോട് നമ്മൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരിച്ച് നമ്മുടെ ഉള്ളിൽ വാസനകൾ സൃഷ്ടിക്കുന്നു. ഇത് വേരുകളായിട്ട് ജഡീകൃതമായിട്ട് മുകളിലേക്കും താഴേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് തലത്തിൽ, അധശാഖം ഊർധ്വം അധ, മുകളിലേക്കും താഴേക്കും എന്ന് പറഞ്ഞു. രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന് പറയാം. ഊർധ്വമുഖ വ്യക്തിത്വവും അധോമുഖ വ്യക്തിത്വവും. അതും ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ചന്താംസിയസ്യ പർണാനി, പർണങ്ങൾ ഇതിന്റെ ഇലകൾ വേദങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇലകളിലാണ് ഇതെല്ലാം നടക്കുന്നത്. പചന പ്രക്രിയയൊക്കെ നടക്കുന്നത് ഇലകളിലാണ്. അതുപോലെയാണ് നമുക്കും വേദമായിരിക്കട്ടെ എന്ന് പറയാം. അറിവിന്റെ വെളിച്ചത്തിലാണ്. സാധനാപഞ്ചകത്തിൽ കണ്ടു എന്താണ്? വേദോ നിത്യം അധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. കർമ്മത്തിന് അധിഷ്ഠാനമായിട്ട് നിലകൊള്ളേണ്ടുന്നത് അറിവാണ് എന്ന് പറയുക. അപ്പം വേദങ്ങളാകുന്ന തളിരുകൾ തുടർന്ന് പറഞ്ഞു, തസ്യ ശാഖാഹ അധം ഊർധ്വം ച പ്രസൃതാഹ കർമാനുബന്ധീനി മനുഷ്യലോകെ. മനുഷ്യലോകത്തിൽ കർമ്മങ്ങളാകുന്ന ബന്ധനം കൊണ്ട് ഇത് ഈ മനുഷ്യലോകത്തിൽ പടർന്ന് പന്തലിച്ച് നിലകൊള്ളുന്നു. അത് നമ്മൾ കാണായി. ഒരു ഉരുക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പം വേറൊരു കുരുക്ക് വന്നുപെടുന്നു. ഇങ്ങനെ കുരുക്ക് നേരിട്ട് നോക്കിയാൽ കാണുമില്ല എന്ന് പറയാം. പശുവിനെ കയറുകൊണ്ട് തൊഴുത്തിൽ കെട്ടിയിട്ടു, ഇല്ലേ? പശു കയറില്ലാതെ നമ്മളെയും കെട്ടിയിട്ടു എന്ന് പറയാം. പലർക്കും പശു കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നായ കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല. നായയെ വീട്ടിൽ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിട്ടുണ്ട്, നായ നമ്മളെ ചങ്ങല ഇല്ലാതെ കെട്ടിയിട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കെട്ടിയിട്ടിട്ടുള്ള ഒന്നാണ് ടി വി എന്ന് പറയാം, അല്ലേ? ടി വി നമ്മളെ വല്ലാതെ കെട്ടിയിട്ടുണ്ട്. ചില സമയമാകുമ്പോൾ ആളുകൾ ഓടുന്നു. എന്തിനാ? അയ്യോ, ആ സീരിയൽ തുടങ്ങാറായി എന്ന് പറയാം. കെട്ടിയിട്ടിരിക്കുക. അങ്ങനെ അനേക കർമ്മങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന, ഈ ഒരു അരയാൽ വൃക്ഷത്തിന്റെ രൂപത്തെ നിനക്ക് നോക്കിയാൽ കാണില്ല എന്ന് പറയാം. അസ്യ രൂപം ന ഉപലഭ്യതേ, ഇപ്രകാരം ഒരു രൂപം നിനക്ക് കാണില്ല. തഥാ, അതുകൊണ്ട് ആദിഹി ന അന്തഃ ന സംപ്രതിഷ്ഠ നച സുവിരൂഢമൂലം ഏനം അശ്വത്ഥം. ഈ അശ്വത്ഥത്തെ പൂർണ്ണമായി ഛേദിക്കേണ്ടതുണ്ട്, വെട്ടി വീഴ്ത്തേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഭൂമിയും അതുപോലെ ആകാശവും ഇത് തമ്മിലുള്ള ഒരു ബന്ധം. ഇതിന്റെ വേരിയിരിക്കുന്നത് അങ്ങ് ബ്രഹ്മത്തിലാണ്, ശാഖകൾ ഇവിടെ മനുഷ്യലോകത്തിലും. ഇവിടെ നിന്ന് ഇതിന്റെ ഈ മനുഷ്യലോകത്തിൽ കർമ്മബന്ധങ്ങളെ കൊണ്ട് ജഡീകൃതമായിട്ടുള്ള വേരുകളുണ്ട്. അതുകൊണ്ടാണ് അരയാലിനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒരുപോലെ കാണും ചില സമയത്ത്. ഈ അരയാലല്ല, പേരാലിനെ എവിടെയാണ് മുറിക്കേണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഇതിന് അതുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മുറിക്കേണ്ട വിധത്തെ പറഞ്ഞു. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് ഇതിനെ മുറിക്കണം എന്ന് പറയാം. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. അസംഗശസ്ത്രം ഇന്നലെ കണ്ടു നമ്മൾ എന്തൊക്കെയാണ്, അല്ലേ? നമ്മുടെ നേത്രം അസംഗശസ്ത്രമായിരിക്കട്ടെ. എപ്പോഴാണ് നേത്രം അസംഗശസ്ത്രം ആകുന്നത്? പങ്കജാക്ഷിയാവുമ്പം, അല്ലെങ്കിൽ പങ്കജാക്ഷനാവുമ്പം, അല്ലേ? ഡിറ്റാച്ച്മെന്റ് ആയിരിക്കണം. നോട്ടത്തിൽ എന്തുണ്ടാവരുത്? സംഘം ഉണ്ടാവരുത് എന്ന് പറയുന്നു. എല്ലാറ്റിലും, എടുക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും എല്ലാം നിസ്സംഗതയായിരിക്കട്ടെ. നിസ്സംഗത കൊണ്ടുള്ള വാളുകൊണ്ട്, അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് ഇതിനെ ചിത്വ, ഛേദിക്കണം എന്ന് പറയാം. എന്നിട്ടോ പുരാണി പ്രവൃത്തി പ്രസൃത തം ആദ്യം പുരുഷം ഏവ പ്രപദ്യേ. ആ ആദിപുരുഷനെ പ്രാപിക്കാൻ അഹം ശരണം പ്രപദ്യേ, ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ശരണം പ്രാപിച്ചത്? യസ്മിൻ ഗത ന നിവർത്തന്തെ. യാതൊന്നിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ
തിരിച്ചുവരവില്ലയോ, അതിനായിക്കൊണ്ട് ആ പരമമായ മാർഗത്തെ ഞാനിതാ അന്വേഷിക്കുന്നു. തുടർന്ന് ആരാണ് ഈ പദത്തെ പ്രാപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. നിർമാനമോഹാഹ, മാനമോഹങ്ങൾ ഒഴിഞ്ഞിട്ടുള്ളവൻ, ജിതസംഗദോഷാഹ, സംഘദോഷം ജയിച്ചിട്ടുള്ളവൻ, അധ്യാത്മനിത്യാഹ, അധ്യാത്മ വിഷയത്തിൽ നിത്യവും നിരതനായിട്ടുള്ളവൻ, വിനിവൃത്ത കാമാഹ, കാമനകളിൽ നിന്ന് ജയിച്ചവൻ. എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവാൻ ഈ കാര്യം പറയുന്നത്? ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലേ ഇത് എപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ കേട്ടതായിരിക്കാം, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു സമയത്ത് പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. വിനോബാജി പറയും 20ാമത്തെ അടിക്ക് പിളരുന്ന പാറ. ഓരോ അടി പരാജയമാണെന്നാ ചിലപ്പം. 1ാമത്തെ അടിക്ക് എന്താ പാറ പിളരില്ല, 2ാമത്തതിനും പിളരില്ല, 3ാമത്തതിനും പിളരില്ല, 4ാമത്തതിനും ഇല്ല, ഇങ്ങനെ 20ാമത്തതിന് അത് പിളർന്നു എന്ന് പറയാം. 19 അടികളും. ഈ 20ാമത്തെ അടി, ഓരോ അടിയും എന്താണ്? അതിനെ പിളർക്കാനുള്ളതാണ്. അതൊന്നും പരാജയമല്ല എന്ന് പറയും. അതുപോലെ ഇത് ആവർത്തിച്ച് 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 കേട്ട് കഴിഞ്ഞാൽ ഏതടിയിലാണ് ഇതങ്ങോട്ട് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിനിവൃത്ത കാമാഹ ഭഗവാൻ ഏറെ പറഞ്ഞിട്ടുള്ളതാണ്. 15ാം അധ്യായത്തിൽ വീണ്ടും അതിനെ സൂചിപ്പിക്കുന്നു. സുഖദുഃഖ സംജ്ഞൈഹി ദ്വന്ദ്വൈഹി വിമുക്താഹ, സുഖം ദുഃഖം ലാഭം നഷ്ടം മാനം അപമാനം സന്തോഷം സന്താപം ഇത്യാദി ദ്വന്ദ്വങ്ങളെയൊക്കെ അതിവർത്തിച്ചിട്ടുള്ള വിമുക്താഹ, വേർപെട്ടവരായിട്ടുള്ള അമൂഢാഹ, ജ്ഞാനികൾ, മൂഢന്മാരല്ലാത്തവര്, അവ്യയം പദം ഗച്ഛന്തി, ആരാണ് ആ പദത്തെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞു. അവ്യയം, വ്യയരഹിതമായിട്ടുള്ള പദത്തെ പ്രാപിക്കണം. ആ പദത്തിന്റെ വിവരണമാണ് ഭഗവാൻ തുടർന്ന് നൽകിയത്. തുടർന്ന് പറഞ്ഞു, നദത് ഭാസയതേ സൂര്യ, സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സൂര്യൻ അവിടെ പ്രകാശിക്കുന്നില്ല. തത് സൂര്യ ന ഭാതി. പിന്നെയോ ശശാങ്ക എന്ന ചന്ദ്രനില്ല, അതുപോലെ പാവക എന്ന പാവകനും ഇല്ല, അഗ്നിയുമില്ല. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, എവിടെ പ്രവേശിച്ചാൽ പിന്നെ തിരിച്ചുവരവില്ലയോ അതാണ് എന്റെ പരമമായ ധാമം. ഇതിനെ നമ്മൾ ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തെ വെച്ചുകൊണ്ട് മനസ്സിലാക്കി ഇന്നലെ. എന്താണ് സ്വാമി ഞങ്ങൾ കേട്ടില്ലല്ലോ എന്നാണെങ്കിൽ, ആചാര്യസ്വാമികൾ പറയുന്നു, എങ്ങനെയാണ് സൂര്യൻ വയലിൽ അനേക സൂര്യന്മാർ നിലകൊള്ളുന്നത്? ജലത്തിൽ പ്രതിബിംബ സൂര്യൻ. ഈ സൂര്യന്റെ തന്നെ കിരണങ്ങളേറ്റ് ജലം, നീരാവിയായി ജലം പൂർണ്ണമായി നാമാവിശേഷമാവുന്ന സമയത്ത് ആ ജലത്തിന്റെ അഭാവത്തിൽ അവിടെ സൂര്യനില്ലാതെ ഈ പ്രതിബിംബ സൂര്യൻ യഥാർത്ഥ സൂര്യനിൽ പോയി വിലയിക്കുന്നത്. അവിടെ വിലയനം എന്നത് ഒരു തോന്നലാണ്, മിഥ്യയാണ് എന്ന് പറയാം. ഇതുപോലെ അതിൽ പിന്നെ സൂര്യൻ എന്ത് തിരിച്ചുവരവില്ല എന്ന് പറയാം. അതുപോലെ ഘടാകാശവും മഹാകാശവും. എങ്ങനെയാണ് ചെറിയ ഘടത്തിനകത്തെ ആകാശം ഘടം പൊട്ടിക്കഴിഞ്ഞാൽ അത് മഹാകാശവുമായി ചേരുന്നത്, പിന്നെ അതിന് തിരിച്ചുവരവില്ലാത്തത്. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കണം എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറഞ്ഞു. അത് നമ്മൾ കണ്ടു. തുടർന്ന് ഭഗവാൻ പറയണു, എന്റെ നിത്യമായ അംശം ജീവനായി തീർന്നിട്ട് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ജീവലോകത്തില്, ഈ സംസാരത്തില് പ്രകൃതിസ്ഥാനി മനഃഷ്ടാണി ഇന്ദ്രിയാണി കർഷതി. നമ്മളെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകള് അതത് വിഷയങ്ങളിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വളരെ രസമാണ് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ. രാവിലെ ആവുമ്പോൾ എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്? നമ്മളെ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. ആര് കൊണ്ടുപോകുന്നു? എന്തിനു കൊണ്ടുപോകുന്നു? അത് ഇന്ദ്രിയങ്ങളാണെന്ന് പറയാം. അപ്പൊ മനസ്സുൾപ്പെടെ, മനസ്സാണ് അതിൽ പ്രധാനി. ഈ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിണഃ എന്ന ശ്ലോകം കാണാപാഠം പഠിച്ചു വെക്കണം ഗീത അനുസന്ധാനം ചെയ്യുന്ന ഏതൊരു സാധകനും. എന്തിനാണ്? നമ്മുടെ ചിത്രം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഈ കുതിരയും തെളിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് കുതിരകള്? 5 ഇന്ദ്രിയങ്ങൾ തന്നെ കുതിരകള്. മനസ്സുൾപ്പെടെ 5 ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചിഴയ്ക്കുന്നു എന്ന് തന്നെയാണ്. കർഷതി, കൊണ്ടുപോകുന്നു, ഓരോ ഇടത്തേക്ക് അതിങ്ങനെ കൊണ്ടുപോകുന്നു. തുടർന്ന് ഇതുവരെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. തുടർന്ന് ഇതിനെ പരിശോധിക്കാം, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം.
ശരീരം യദവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. 15-ാം അധ്യായത്തില് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇതൊക്കെ. പറയുന്നു, ശരീരം യത് അവാപ്നോതി യത് ച അപി ഉത്ക്രാമത് ഈശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി ഗൃഹീത്വാ ഏതാനി സംയാതി വായുഃ ഗന്ധാൻ ഇവ ആശയാത്. ഈശ്വരഃ യത് ശരീരം അവാപ്നോതി. ഈശ്വരഃ, ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെമറ്റിക് മതങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈശ്വരനല്ല. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഭഗവത്ഗീത ഉപനിഷത്തുകളിലൊക്കെ ഈശ്വരൻ എന്ന് പറയുമ്പം ഒരു രൂപവും ഒരു പ്രത്യേക രൂപങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറയാം. ഈട്ട് ഭരണേ വര ശ്രേഷ്ഠ. ഭരണശ്രേഷ്ഠൻ എന്നാണ് ആ ശബ്ദത്തിന്റെ സാരം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാല് ദിവദ്യോതന സ്വരൂപമാർന്നവൻ, പ്രകാശം. ആ പ്രകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ പ്രകാശമല്ല. നതത് ഭാസയതേ സൂര്യ ന ശശാങ്ക ന പാവക. അവിടെ സൂര്യചന്ദ്ര അഗ്നി നക്ഷത്രങ്ങളൊന്നും പ്രകാശിക്കുന്നില്ല. തസ്യ ഭാസ സർവമിതം വിഭാതി. ഇതൊക്കെ എപ്പോഴും ഓർമ്മ വേണം. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണങ്ങളാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുമ്പം രാമനോ കൃഷ്ണനോ അങ്ങനെ ആരും ഒന്നുമല്ല എന്ന് പറയാം. ഭഗവാൻ എന്നൊരു ശ്രീകൃഷ്ണൻ എന്നൊരാള് ഇവിടെ ഗീത പറയുന്നു, അത് വിട്ടേക്ക്, അത് വേറെ കാര്യം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ആ തത്വം, ആ നിയമം, അത് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. യത് ശരീരം അവാപ്നോതി, യത് യാതൊരു ശരീരത്തെ അവാപ്നോതി പ്രാപിക്കുന്നുവോ, ഈശ്വരൻ യാതൊരു ശരീരത്തെ പ്രാപിക്കുന്നുവോ. ഈ പ്രപഞ്ചത്തിലെ ഒന്നൊഴിയാതെ ഈശ്വരനാണ്. വേറൊരു അടിസ്ഥാന പ്രമാണം എന്താണ്? ഈശാവാസ്യം ഇദം സർവം. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. ഇദം സർവം ഈശാവാസ്യം, അല്ലെങ്കിൽ ആത്മാവാസ്യം ഇദം സർവം. യത് ശരീരം അവാപ്നോതി, യാതൊരു ശരീരത്തെ പ്രാപിക്കുന്നുവോ. അതായത് സ്വർണം ഏതൊരു ആഭരണത്തെ പ്രാപിക്കുന്നുവോ. നമ്മുടെ കയ്യിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്, കട്ടിയായി ഒരു സ്വർണ്ണക്കട്ടിയുണ്ട് എന്നിരിക്കട്ടെ. ആ സ്വർണ്ണക്കട്ടി ഏതൊരു ആഭരണത്തെ പ്രാപിക്കുന്നു. അതിനേത് വേണമെങ്കിലാവാം. ശില്പി അതായത് തട്ടാൻ, അയാൾ തട്ടിയിട്ട് അത് ശരിയാക്കിക്കോളും. എന്ത് വേണമെങ്കിലും ആക്കും. നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ വേണ്ടത് എന്ന്. യഥാപ്നോതി യത് ഉത്ക്രാമതി, യാതൊരു ശരീരത്തെ വിട്ടുപോകുന്നുവോ. യത് ഉത്ക്രാമതി. അപ്പൊ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ പുതിയ രൂപം കൈക്കൊള്ളുക, പഴയ രൂപം കൈവടിയുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വള കൊണ്ടുപോയിട്ട് ഉരുക്കി എന്നിട്ട് എന്താക്കി? മാലയാക്കി. അപ്പൊ വള മരിച്ചു, മാല ജനിച്ചു. തൽക്കാലം വ്യവഹാരത്തിൽ ആത്യന്തികമായിട്ട് വള ജനിച്ചിട്ടുമില്ല, മാല മരിച്ചിട്ടുമില്ല. പക്ഷെ നമുക്ക് പറയാം, ഞാൻ ഇത് ഒരുക്കിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അത് പോയി ഇല്ലേ, സംസാരിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പക്ഷെ നമുക്കറിയാം ഇന്നതാണ് സംഭവിച്ചത് എന്ന്. ഇവിടെ പറയണു ഭഗവാൻ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുൻപിൽ വയ്ക്കുക. ഒരു ഉദാഹരണ സഹിതം പറയണു. വായുഹു ആശയാത്, വായു കാറ്റ്, ആശയാത് പുഷ്പത്തിൽ നിന്ന്, ഗന്ധാൻ ഇവ ഏതാനി, ഗന്ധങ്ങളെ എന്ന പോലെ, ഏതാനി ഇവയെ, ഏതിനെ? ഇന്ദ്രിയ കർഷണ രൂപമായ ഈ ജീവന്റെ വാസനകളെ. അതുകൊണ്ടാ വാസന എന്ന് പറയുന്നത്. പുഷ്പത്തിനും എന്തുണ്ട്? വാസനയുണ്ട്. അപ്പൊ പുഷ്പം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുന്നത്, അനേക വിധത്തിലുള്ള പുഷ്പങ്ങളെ ഭഗവാന്റെ മുൻപിൽ നാം സമർപ്പിക്കുന്നത് നമ്മുടെ വാസനകളുടെ സമർപ്പണമാണ് എന്ന് പറയാം. വാസനകളുടെ സമർപ്പണം. ഇവിടെ പറയുന്നത് എന്താണ്? ആശയാത് ഗന്ധാൻ ഇവ ഏതാനി,
ഗന്ധങ്ങളെ എന്ന പോലെ ഇവയില് നേരത്തെ പറഞ്ഞ ഇന്ദ്രിയ കർഷണ രൂപമായിട്ടുള്ള ജീവന്റെ വാസനകളെ ഗൃഹീത്വ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിട്ട് ഏവ സംയാതി, അത് പോകുന്നു. അപ്പൊ മരണം എന്നതിനെ ഇവിടെ പറഞ്ഞിരിക്കുക. മരണം എന്ന് പറഞ്ഞാൽ ഒരു പനിനീർ പുഷ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിൽ നിന്ന് ആ പൂവിന്റെ അടുത്ത് വന്ന് ആ പൂവിനെ ഒന്ന് തൊട്ട് തലോടി പോകുന്ന മന്ദമാരുതനുണ്ടല്ലോ, മൂപ്പര് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഗന്ധം. ഇതുപോലത്തെ ഏർപ്പാടേ ഉള്ളൂ. അയ്യോ ഞാൻ ഇല്ലാതെയാവുന്നേ എന്നൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഗന്ധം പുറത്തു വരിക. മുല്ലയുടെയൊക്കെ അല്ലേ, മുല്ല, അതുപോലെ ഈ ലില്ലിച്ചെടികളുണ്ട്, അത് അങ്ങനെയുള്ളത് ഒക്കെ അടുത്ത വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വരും അതിന്റെ ഗന്ധം. ഇതുപോലെ മരണത്തിന്റെ ഗന്ധം അറിയുന്നവരുണ്ട് അത്ര. അത് ചില മൃഗങ്ങളൊക്കെ അറിയുന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ടാണ് നായ രാത്രിയൊക്കെ ഓരിയിടുന്നതെന്നൊക്കെ പറയും. ഇനി രാത്രി നായ ഓരിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, ആരോ ഈ ഗന്ധം, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ നായ ഓരിയിടുന്നത് അതിന് വിശന്നിട്ടായിരിക്കും. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തൃപ്തിയാവും. പറയുന്നു എന്താണ്, പുഷ്പത്തിൽ നിന്ന് ഗന്ധത്തെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ പ്രകൃതി ഈ പ്രക്രിയ നിർവഹിക്കുന്നു. ഇതിൽ യാതൊരു കാളപ്പുറത്ത് വന്ന് കഴുത്തിൽ കെട്ടി വരിഞ്ഞ് കെട്ടി അച്ഛന്റെ വീട്ടിൽ പോകുമ്പം അമ്മയുടെ വീട്ടിൽ പോകുമ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, കളിയുണ്ടല്ലോ, അങ്ങനെ യാതൊന്നുമില്ല. ഇത് പാപിയുടേതാണെങ്കിലും പുണ്യവാളന്റേതാണെങ്കിലും പരിപാടി ഇതൊക്കെ തന്നെയാണ്. അത് ബസ്സിന്റെ അടിയിൽപ്പെട്ട് തീരുന്ന സമയത്തും പ്രക്രിയ ഇതൊക്കെ തന്നെയാണ്. വായുഹു ഗന്ധാൻ ഇവ ആശയാ, ഓർത്തുകൊള്ള. ആ വായു, ആ മൃത്യുവാകുന്ന വായു, ആ മൃത്യുവിനെ അടയ്ക്കാൻ, കൊട്ടിയടയ്ക്കാൻ ഒരുവനും സാധ്യമല്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വരാം, ഇതാ ഞാൻ പോവാൻ റെഡിയാണ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് കൊണ്ടുപോകുന്ന ചിലതുണ്ട്. എന്താ ഇവിടെ കൊണ്ടുപോകുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ നാം ആർജിച്ച ഒരു സംസ്കാരത്തെ, അതാണ് വാസന, അതിനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ വാസനയ്ക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെയാ സംഭവിക്കുന്നത്? തുടർന്ന് പറയുന്നു. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണം ഏവ ച അധിഷ്ഠായ മനഃ ച അയം വിഷയാൻ ഉപസേവത്തെ. പറയുന്നു എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്. അയം, ഇവൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, നമ്മൾ ഓരോരുത്തരും. ശ്രോത്രം എന്ന് പറഞ്ഞാൽ കാത്, ചെവി. ചക്ഷുഹു കണ്ണ്, സ്പർശം ത്വക്ക്, രസനം നാക്ക്, ഘ്രാണം മൂക്ക്. എന്തൊക്കെയായി? 1, 2, 3, 4, 5. കുതിര 5 ആയല്ലോ. 4 കുതിര എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാമി എനിക്ക് 4 ഇന്ദ്രിയേ ഉള്ളൂ എന്നാണോ? ചിലപ്പോൾ അതുണ്ടാവും. ചില ഇന്ദ്രിയങ്ങളൊക്കെ ചില സമയം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം മതി എന്ന് വിചാരിക്കുന്നു പറയാം. ചിലപ്പോൾ കാത് കേൾക്കാതെയാവും. അപ്പൊ ഒരു കുതിര ഓടാതെയാവും. ഈ ചില കുതിരകൾ ഓടാതെയായി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറയും, അല്ലേ? അതെ, ഇരിക്കട്ടെ. അപ്പൊ ഈ ഓരോ കുതിരകളും അവിടെ പറയുന്നു ശ്രോത്രം ചക്ഷു സ്പർശനം രസനം ഘ്രാണം. പിന്നെ മനഃ ച, മനസ്സ്. മനസ്സിവിടെ എന്താണ്? കടിഞ്ഞാൺ മനസ്സ്. അപ്പം കടിഞ്ഞാണാണ് ഇന്ദ്രിയങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് മനസ്സ്. കുതിരയുമായി ബന്ധിപ്പിച്ചത് ഇത്. ഈ പിറകിലിരിക്കുന്ന ഈ കാര്യം പിടികിട്ടിയ ഗീത മനസ്സിലായി. പിന്നെ എപ്പോഴും അതിൽ നിന്നാ മതി. ഗീത മുഴുവൻ തെളിഞ്ഞു വരും എന്ന് പറയാം. ഈ ചിത്രം മനഃപ്പാഠമായിരിക്കട്ടെ. മനഃച, മനസ്സിനെയും അധിഷ്ഠായ, ആശ്രയിച്ചിട്ട്, അധിഷ്ഠാനമാക്കിയിട്ട്, ഏവ വിഷയാൻ ഉപസേവതേ, വിഷയങ്ങളെ സേവിക്കുന്നു.
ഇവിടെ ഒരു ബുദ്ധിസ്ഥാനീയനായിട്ട് ഭഗവാനുണ്ട് ഇത് പിടിക്കാൻ. മൂപ്പരില്ല എങ്കിൽ ഈ കടിഞ്ഞാണ് ഇല്ല, വിട്ടതാണ്. കടിഞ്ഞാൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? കുതിരകൾ തോന്നിയതുപോലെ പോവും, ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തത്. എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോകുന്നില്ല, അല്ലേ? എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. പലതും ചെയ്തു നോക്കി, പല പൂജകളും ഹോമാദികളും എല്ലാം ചെയ്തു. പക്ഷെ ഈ കുതിരയെക്കുറിച്ച് ഇതുവരെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ കുതിരയാണ് ജ്യോത്സ്യരെടുത്ത് കൊണ്ടുപോകുന്നതും ഹോമത്തിന് പോകുന്നതും ഒന്നും ശരിയാവില്ല എന്ന് പറയുന്നതും എല്ലാം. പോകേണ്ടടുത്ത് പോകുന്നില്ല എന്ന് പറയാം. ഒരു കടിഞ്ഞാൺ ഇതിൽ ബുദ്ധിസ്ഥാനീയനായിട്ടുള്ള ഭഗവാന്റെ കയ്യിലേക്ക് ഈ 5 കുതിരകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന കടിഞ്ഞാണിനെ കൊടുത്തിട്ടുണ്ടോ, സമർപ്പിച്ചിട്ടുണ്ടോ? ഭഗവാനെ അങ്ങാണ് ഞങ്ങളുടെ തേരാളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ആരാ വണ്ടി ഓടിക്കണേ? ഞാൻ തന്നെ, അല്ലേ? ഞാൻ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണിപ്പോ കുഴപ്പം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ജീവന് ഈ അയം ജീവഹ, ഈ ജീവൻ കണ്ണ്, ചെവി, ത്വക്ക്, നാക്ക്, മൂക്ക്, പിന്നെ മനസ്സിതിനെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് വിഷയങ്ങളെ ഭുജിക്കുന്നു, ലോകത്തെ അനുഭവിക്കുന്നു. മനസ്സിനെ ചേർത്ത് വെച്ച് കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണുന്നു, മനസ്സിനെ ചേർത്ത് വെച്ച് കാതുകളെ കൊണ്ട് കേൾക്കുന്നു. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഒരേ ആള് പറഞ്ഞത് തന്നെ പലതായിട്ട് കേൾക്കുന്നത്. ഇപ്പൊ സ്വാമി തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് വേറെ പല മാനങ്ങളും കാണുന്നവരുണ്ട്. ആര് പറഞ്ഞാൽ, സ്വാമി എന്നല്ല ആര് പറഞ്ഞാൽ. എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെ അങ്ങനെ എന്ന് പറയാൻ എന്താ കാരണം? അങ്ങനെ എന്നുള്ളത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്താ പ്രക്രിയ നടക്കുന്നതെന്നറിയോ? ഞാൻ ആർജിച്ച ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമാകുന്ന മനസ്സ്, ആ മനസ്സാണ് ഈ കാതുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്. എന്നിട്ട് അതാണ് സ്വീകരിക്കുന്നത്. ഓരോന്നും കേൾക്കല് മാത്രമല്ല, കാണലും എല്ലാം. അങ്ങനെയാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നുന്നത്. അതത്ര ശരിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? ശരികേടാകുന്ന പ്രതലത്തിലൂടെ നോക്കുമ്പം അവിടെ എന്തോ കുഴപ്പമുണ്ട്, ഇല്ലേ? ആൺകുട്ടിയും പെൺകുട്ടിയും നിന്ന് സംസാരിക്കുകയാണ്, അപ്പൊ തോന്നുന്നു എന്താണ്? അതത്ര ശരിയില്ലല്ലോ. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അച്ഛനും മകളുമാണ്. അച്ഛൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ജീൻസൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. തെറ്റിദ്ധരിക്കാൻ ഒരു അവകാശവുമില്ല. ആള് വളരെ ഈ വക കാര്യത്തിലൊക്കെ, കാരണം ജ്യേഷ്ഠന്റെ മകന്റെ തന്നെ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് ആള് വന്നത്. യാതിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നണം അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവിടെ കുഴപ്പമുണ്ട് എന്ന് നമ്മുടെ നേത്രങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനെ അധിഷ്ഠാനമാക്കിയിട്ട്. അപ്പൊ മനസ്സാണ് കാഴ്ച തരുന്നത്, മനസ്സാണ് ശബ്ദം തരുന്നത്, മനസ്സാണ് ഘ്രാണം, എല്ലാം തന്നെ. എന്തുകൊണ്ടാണ് സ്പ്രേ അനേക വിധത്തിൽ ഉണ്ടാക്കേണ്ടി വരുന്നത്? ഏതെങ്കിലും ഒരു കമ്പനി പോരെ? ചിലത് അടിച്ചു കഴിഞ്ഞാൽ അയാളെ ആ സ്പ്രേ ഉണ്ടല്ലോ, എന്തും സഹിക്കാം, മൂപ്പരെ അടിക്കുന്ന ആ സ്പ്രേ മാത്രം ഛർദ്ദിക്കാൻ വരും, അല്ലേ? ചിലതൊക്കെ അങ്ങനെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല, അല്ലേ? ഒരാൾ വന്ന് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞാലും പോവില്ല മണം. ആദ്യമൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പരസ്യം കണ്ടിട്ടുണ്ട്, അല്ലേ? സ്റ്റാച്യു പിറകെ പോണത്. എന്താ പരസ്യം നിർമ്മിക്കുന്നവരുടെ ബുദ്ധി അപാരാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെ, കാഷ്യറുടെ ബാങ്കിലെ എണ്ണൽ മുഴുവൻ തെറ്റിക്കുന്നത് ഗന്ധം. അപ്പൊ മനസ്സാണ്. ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയുണ്ട്, ഘ്രാണത്തിന്റെ പിറകെ പോകുന്നത്. എന്നിട്ടാണ് കണ്ടെത്തുന്നത്. നാസികയാണ് അന്വേഷിക്കുന്നത് എന്ന് പറയാം. ഈ പണ്ടുള്ളവർക്കൊക്കെ
ഇപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള അറിവുകളെല്ലാം തന്നെ ഇതിൽ ഈ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 ഇന്ദ്രിയങ്ങളിൽ പലതും ചത്തിരിക്കുക. ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നേ ഉള്ളൂ. കണ്ണ് തന്നെ വേണ്ടത്ര കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പുഷ്പം എങ്കിലും വിരിയുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കണ്ണ് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എന്താ ഈ കണ്ണ് കണ്ടത്? ആകെ TV ഇങ്ങനെ കണ്ട് ഇല്ലേ? കണ്ണങ്ങോട്ട് പോയിരിക്കണമെന്ന് പറയാം. അപ്പൊ നേത്രം കാണേണ്ടതൊക്കെ കണ്ടിട്ടുണ്ടോ? മഴവില്ല് കണ്ടിട്ടുണ്ടോ? അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇല്ലേ? പലതും കണ്ടിട്ടില്ല. അപ്പൊ നേത്രത്തിന്റെ ശേഷി, സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ, ഒരു ഉറുമ്പ് നടക്കുന്നത്, ഉറുമ്പിന്റെ വഴികൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നേത്രത്തിന്റെ ആ ശക്തി നമുക്ക് കാണുന്നത് മനസ്സിലാവും. മഴക്കാലത്ത് ഓരോ ഇലയിലൂടെ നിങ്ങളത് നോക്കണം. ഇലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം, മഴ തോർന്നിരിക്കുന്ന സമയത്ത് വെള്ളം വീണിട്ട് അതിങ്ങനെ ഒഴുകുന്നത്. അപ്പൊ ആ ഒഴുക്കിൽ ചെറിയൊരു പൊടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകി വന്ന് ആ ഇങ്ങനെ ഉറ്റി വീഴാൻ നിൽക്കുമ്പോൾ അതിന്റെ തുഞ്ചത്ത് പോയി ആ പൊടി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ നേത്രം നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ പാഠവും മനസ്സിലാവും. നമുക്കിപ്പം നേത്രത്തിന്റെ പാഠവും നമ്മുടെ ആ പാഠവും കാണിക്കുന്നത് എവിടെയാണെന്നറിയോ? സാരിക്ക് ബ്ലൗസ് എടുക്കാൻ നേരത്ത് ഇല്ലേ, ആ കടയിൽ പോയിട്ട് നോക്കി എന്നിട്ട് കൊണ്ടുപോയി പുറത്തുനിന്ന് നോക്കി, ഇത് ഈ ലൈറ്റിൽ ഇവന്മാര് പറ്റിക്കുന്ന പറയാം. എന്നിട്ട് പുറത്ത് നോക്കി, എന്നിട്ട് പറയും നാളെ ഇത് ശരിയല്ലെങ്കിൽ തിരിച്ചുകൊണ്ട്. ഇന്നെനിക്ക് വിശ്വാസമില്ല, ഇന്നത്തെ മൊത്തം ലൈറ്റിന് എനിക്ക് വിശ്വാസമില്ല, നാളെ ഞാൻ കൊണ്ട്. വളരെ പരിമിതമാണ്. അല്ലെങ്കിൽ നമ്മുടെ നേത്രത്തിന്റെ സാധ്യതകളെ നമ്മൾ ഇനിയും ആവിഷ്കരിച്ചിട്ടില്ല. ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് ഒരു സൂര്യോദയം കൊണ്ട്, ഒരു സൂര്യാസ്തമയം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്താ പുതുമാന്നാ ചോദിക്കുന്നത്? പുതുമയുണ്ട്. ആകാശം എന്നും ഒരുപോലെയല്ല എന്ന് പറയാം. ആകാശം ആകെ മാറ്റമുണ്ട്, മൊത്തത്തിൽ മാറ്റമുണ്ട്. അത് നേത്രം ആവിഷ്കരിക്കൂ. അതിന് പോകുന്നൊരു മനസ്സ് അതിന്റെ പിറകിലുണ്ടാവട്ടെ. ഒരു പുതിയൊരു മനസ്സ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുമ്പം വരുമെന്ന് പറയാം. അതുപോലെ എന്താണ് ഇവിടെ പറഞ്ഞ കാത്, ചക്ഷു, ശ്രോത്രം, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ദേവാഹ, അല്ലയോ ദേവന്മാരെ, ഭദ്രം കർണേഭി, ഭദ്രമായതിനെ കേൾപ്പിക്കൂ. കേൾക്കുന്നതിൽ ഭദ്രമുണ്ടായിരിക്കട്ടെ, മംഗളകരമായിരിക്കുന്നതായിരിക്കട്ടെ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നോടെല്ലാവരും നന്നായി വരൂ, നന്നായി വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ? അല്ല. ഏത് വാക്യങ്ങളിലും ഞാൻ നല്ലതിനെ കേൾക്കുന്നതാവട്ടെ. ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു കുനിഷ്ട് മാത്രം കേൾക്കും, ബാക്കി ഒന്നും കേൾക്കില്ല. ഗീതാജ്ഞാന യജ്ഞത്തിൽ അവസാനം സ്വാമി അബദ്ധത്തിൽ പറഞ്ഞു പോയി, ഇത് നമ്മുടെ സ്വന്തം ആളാണ്. എന്നാലും സ്വാമി അങ്ങനെ പറയാൻ പാടില്ല. തമാശയാണ് അല്ലേ? അതുകൊണ്ട് ഭദ്രം കർണേഭി, കാത് ഒരു ആ ശാസ്ത്ര സംസ്കാരം ഉൾക്കൊണ്ട മനസ്സുമായി ചേർത്ത് അതിലൂടെ എല്ലാം കർണപുടത്തിലേക്ക് വന്ന് പതിയട്ടെ എന്ന് പറയും. എന്നിട്ട് അതിനെ സ്വീകരിക്കൂ. അപ്പൊ അത് വേണ്ടത്ര സംഭവിച്ചിട്ടുണ്ടോ? ഇന്നറിയോ നമുക്ക്? പലതും അറിയില്ല, പല ശബ്ദവും അറിയില്ല. പണ്ടുള്ള ആളുകൾക്ക്, നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കേണ്ടെന്ന് ഒന്നാണ്, പണ്ടുള്ളവര് ഈ പഴയ അമ്മമാർക്കൊക്കെ ഓരോരുത്തരുടെ നടത്തം കേട്ടാൽ അറിയാം അച്ഛനാണോ മകനാണോ മക്കളാണെങ്കിൽ അത് ഏതവനാണ് വരുന്നത് എന്ന്. ഇല്ലേ? അവർക്ക് ഗന്ധം അറിയാം. അന്ന് അവർ കുളിക്കാതെ പോകുന്നവരായതുകൊണ്ടായിരിക്കും സ്വാമി. അങ്ങനെയല്ല, അതുണ്ടാവാം. അവരുടെ അച്ഛൻ അതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എടാ അച്ഛൻ ഇതിലേ പോയോ എന്ന് ചോദിക്കും. അല്ല തോന്നുന്നു, നോക്കുവാതെ പോയിട്ടുണ്ടാവും. അല്ലേ? അവരറിയുന്നു. ആ കാൽ വെപ്പറിയാം, അതിന്റെ ആ ശബ്ദം അറിയാം. ചിലർ വരുന്നത് വേഗം അറിയാലോ, അവര് എല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ അറിയാൻ നമ്മുടെ എന്താ പറയുക, ഈ കാത്
ശ്രോത്രേന്ദ്രിയം അങ്ങേയറ്റം സചേതനമാകേണ്ടതുണ്ട് എന്ന് പറയാം. അതുപോലെ സ്പർശം അറിയണം നമ്മൾ. എത്ര വലുതായി കഴിഞ്ഞാലും അമ്മയുടെ സ്പർശം എത്ര കാലം കഴിഞ്ഞാലും അത് പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഇല്ലേ? അസുഖമൊക്കെ ആയി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങി കിടക്കും, അങ്ങനെ എന്തായിരിക്കും, നെറ്റിയിലോ ദേഹത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി, മനസ്സിലാവണം. സ്പർശത്തിൽ നമുക്കിപ്പം അറിയാൻ പറ്റണം അന്തരീക്ഷത്തിൽ എന്താണ്, ചൂടാണോ. പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നാസികയുടെ അഗ്രത്ത് ഇളം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? അതേസമയം പ്രാണനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നാസികയുടെ അഗ്രത്ത് ഇളം ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഈ അന്തരീക്ഷത്തിലെ ആ ചൂടും തണുപ്പും അല്ലെങ്കിൽ ആ ഇത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതോ മീറ്ററിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നവരാണ്. അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു അഭ്യാസത്തിന്റെ ആവശ്യമേ ഇനിയും ആവിഷ്കരിക്കാവുന്നതാണ്. നമ്മളൊന്ന് സചേതനമാകേണ്ടതുണ്ട്, ഒരു ധ്യാനം ആവശ്യമാണ്, ഒന്ന് ഏകാഗ്രപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ എ സിയിൽ ഇരുന്നിട്ടും വീശിയാണ്. എന്താ താൻ ഇത് സ്ഥിരമാക്കി, എവിടെ പോയാലും ഈ വീശല്, അതുകൊണ്ട് ഇത് എ സി അല്ലേ, എന്നാ ശരി വേണ്ട, അപ്പൊ ഇവിടെ വീശണ്ടല്ലേ, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എവിടെ പോയാലും ഇത് ചെയ്തോളണം. അതുപോലെ എന്താണ് ഘ്രാണം, ഗന്ധം, എല്ലാ ഗന്ധങ്ങളെയും അറിയാൻ. എന്താണ് ഇതിനൊക്കെ അധിഷ്ഠാനമായി നിലകൊള്ളുന്നത്? മനസ്സ്. ഈ മനസ്സ് അങ്ങേയറ്റം കരുത്തുറ്റതാണ്. ഈ മനസ്സാണ് ഓരോ ഇന്ദ്രിയങ്ങളെയും അതിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയൊന്നുമില്ല, മനസ്സാണ് എന്ന് പറയാം. അപ്പൊ മനസ്സിനെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് വിഷയാൻ ഉപസേവതേ, വിഷയങ്ങളെ ഒരുവൻ സേവിക്കുന്നു. നാം ലോകത്തെ, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സാണ് അർജുന ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത്. മനസ്സ് അങ്ങേയറ്റം കരുത്തുറ്റതാണ്. ഈ മനസ്സാണ് ഓരോ ഇന്ദ്രിയങ്ങളെയും അതിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയൊന്നുമില്ല, മനസ്സാണ് എന്ന് പറയാം. അപ്പൊ മനസ്സിനെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് വിഷയാൻ ഉപസേവതേ, വിഷയങ്ങളെ ഒരുവൻ സേവിക്കുന്നു. നാം ലോകത്തെ, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സാണ് അർജുന ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത്. തുടർന്ന് ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. പശ്യന്തി കാണുന്നു. ആര്? അറിവ് കണ്ണായി ഉള്ളവൻ. ഉത്ക്രാമന്തം സ്ഥിതം വാ അപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാഹ ന അനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാ ഭുഞ്ജാനം വാ ഗുണാന്വിതം അപി. ഉത്ക്രാമന്തം ഉത്ക്രമിക്കുന്നതായിട്ടോ, ഉത്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുപോകുക, ഉത്ക്രാമതി ഇതി വിട്ടുപോകുന്നതായിട്ടോ, സ്ഥിതം ദേഹത്തിൽ ഇരിക്കുന്നതായിട്ടോ, ഭുഞ്ജാനം വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ. അപ്പൊ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടോ, അതോ ശരീരത്തിൽ ഇരിക്കുന്നതോ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ, ഗുണാന്വിതം ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ടോ, അപി ആയിട്ടാണെങ്കിലും വാ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും, വിമൂഢാഹ വിശേഷേണ മൂഢാഹ അജ്ഞന്മാർ ന അനുപശ്യന്തി അതിനെ കാണുന്നില്ല. ഏതിനെ കാണുന്നില്ല? അവരൊന്നും കാണുന്നില്ല. അവരെ സംബന്ധിച്ച് കുതിരകളെ കാണുന്നുണ്ട്. കുതിരകൾക്ക് പിറകിലുള്ള മനസ്സ് കാണില്ല, മനസ്സിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് കാണുന്നില്ല. അതുകൊണ്ടാണ് വിമൂഢാഹ എന്ന് പറയുന്നത്. വിമൂഢാഹ എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക, ബുദ്ധിസ്ഥാനീയനായിട്ട് സാരഥിയായിട്ട് അവിടെ ആരുമില്ല. ഡ്രൈവർ സീറ്റിലില്ലാത്ത ഒരു വണ്ടിയിലാണ് യാത്ര. എങ്ങനെ ഉണ്ടാവും? ഫുൾ സ്പീഡിലാണ് പോകുന്നത്, തോന്നിയ പോലെയാണ്.
ചിലപ്പം ഫുൾ സ്പീഡ് ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടാവും. പോകില്ല എന്ന് പറയാം. വിമൂഢാഹ എന്ന് പറയുന്നത് അതാണ്. പറഞ്ഞ മൂഢന്മാർ എന്നാ പശ്യന്തി, കാണുന്നില്ല. എന്നാലോ ജ്ഞാന ചക്ഷുഷ, ജ്ഞാനദൃഷ്ടിയുള്ളവർ പശ്യന്തി, കാണുന്നു. എന്താ അവര് കാണുന്നത്? അവരിങ്ങനെ തന്നെ കാണുന്നു. ഇപ്പോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറയുന്ന ജ്ഞാനി കാണുന്നു. എന്ത് കാണുന്നു? എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഇതാ രാവിലെ വിടരുന്നു. ഒരു പൂ വിരിയുന്നത് പോലെ ഞാൻ ഇതാ വിരിയുന്നു. പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു പൂ വിരിയുന്നത് പോലെയാണ്. മനസ്സ് ഓരോരോ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടു. ഇതാ കാലബോധം വന്നു, ദേശബോധം വന്നു, വസ്തുബോധം വന്നു. ഇതാ രാവിലെയായി എഴുന്നേൽക്കണം. ഇങ്ങനെ ഞാൻ വിഷയങ്ങളിലേക്ക്, ഓരോരോ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മൂഢന്മാരോ ഒന്നും അറിയാതെ, ഇന്ന് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ രാവിലെയാണോ, ചിലപ്പോൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതായിരിക്കും, എഴുന്നേറ്റ് ബ്രഷൊക്കെ ആയിട്ട് പല്ല് തേക്കുന്നത് നല്ലത് തന്നെ. അങ്ങനെയെങ്കിലും ഒരു എക്സ്ട്രാ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉത്തമം. പക്ഷെ ഇരുന്നങ്ങനെ കാലബോധമൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയാം. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏതിൽ അവരെ സംബന്ധിച്ച് യാവത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം സുഖമായിട്ടിരിക്കുക. അതിനെന്താണ്? ക്രെഡിറ്റ് കാർഡ് കൃത്വ ഘൃതം ദിവേത്, ക്രെഡിറ്റ് കാർഡ് എടുക്കുക, കടം മേടിക്കുക. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത, ശരീരം ഇതെല്ലാം കൂടെ കടം കൂടിയാൽ തൂങ്ങി മരിക്കുക. പിന്നെ ഒരു മാനേജരും വന്ന് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് യാവത് ജീവേ സുഖം ജീവേ. അങ്ങനെയുള്ള മൂഢന്മാർ കാണുന്നില്ല. ആര് കാണുന്നു? ജ്ഞാനികൾ കാണുന്നു. എന്ത് കാണുന്നു? ഭഗവാൻ പറയുന്നു, യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപ്യകൃതാത്മാനഃ നൈനം പശ്യന്ത്യചേതസഃ. യതന്തഃ യോഗിനം ച ഏനം പശ്യന്തി ആത്മനി അവസ്ഥിതം യതന്തഃ അപി അകൃതാത്മനഃ ന ഏനം പശ്യന്തി അചേതസഃ. യതന്തഃ, യതന്തഃ എന്ന് പറഞ്ഞാൽ യത്നിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, സാധന ചെയ്യുന്നവർ, വിവേചനം ചെയ്യുന്നവര്, ശ്രവണമനന നിധിധ്യാസനം ഇത്യാദികളൊക്കെയാണ് യത്നം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മൺവെട്ടിയായിട്ട് ഇറങ്ങുക എന്നുള്ളതല്ല. യത്നിക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്യുക, മനനം ചെയ്യുക, ഇതൊക്കെയാണ് യത്നം. യോഗിനഃ, യോഗികൾ. യോഗികൾ എന്ന് കേൾക്കുമ്പം നമ്മളെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മളിൽ നിന്ന് അന്യമായിട്ട് ഏതോ ഒരു യോഗിയല്ല. യോഗത്തെ ആഗ്രഹിക്കുന്നവർ, യുജിര് സമാധൗ, സമാധിയെ ആഗ്രഹിക്കുന്നവർ, അതിൽ ചേരാൻ ഇച്ഛയുള്ളവർ, ആഗ്രഹമുള്ളവർ. ആത്മനി അവസ്ഥിതം, ആത്മനി തന്നിൽ അവസ്ഥിതം ഇരിക്കുന്ന, ഏനം ഇവനെ, ജീവാത്മാവിനെ പശ്യന്തി കാണുന്നു. നമ്മൾ പറഞ്ഞു ക്ഷേത്രജ്ഞം. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ. ആരാണ് ക്ഷേത്രം? എന്താണ് ക്ഷേത്രജ്ഞൻ? കണ്ടില്ലേ? അവർ കാണുന്നു. യതന്തഃ അപി, യത്നിക്കുന്നവരാണെങ്കിൽ പോലും അകൃതാത്മനഃ, അകൃതാത്മനഃ ആത്മശുദ്ധി ഇല്ലാത്തവർ. വെറുതെ ഇങ്ങനെ പുറമേ കാണിക്കുന്നുണ്ട് എന്ന് പറയാം, പക്ഷെ ഉള്ളിലേക്ക് ഒന്നും ചെന്നിട്ടില്ല. ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാലേ ഇനി പുറത്തേക്ക് വരൂ. അതാണ്. എന്തെങ്കിലും അകത്തേക്ക് കഴിക്കണം, പുറത്തേക്ക് പുരട്ടാൻ കൊടുത്തിട്ടൊന്നും മാറുന്നില്ല എന്ന് പറയും. അകത്തേക്ക് കഴിക്കേണ്ടത്. അകൃതാത്മനഃ അചേതസഃ, ബുദ്ധിശൂന്യന്മാർ ഏനം ന പശ്യന്തി, അവർ കാണുന്നില്ല. അതുകൊണ്ട് അവര് എന്ത് ചെയ്യണം? ആഴത്തിലുള്ള മനനം അത് വേണമെന്ന് പറയാം. ഞങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാള് ഡോക്ടറുടെ അടുത്ത് പോയിന്ന, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടർ കുറെ ദിവസമായി, ഒരു 4-5 ദിവസമായി വയറ്റിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ട് എന്ന് പറയും. അതുകൊണ്ട് വിഷമാണ് എനിക്ക്, എന്തെങ്കിലും ഒന്ന്. അപ്പൊ ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തു, കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു. അറിയില്ലേ, ഞാൻ പടവാളാണ്. പടവാളോ? അതെന്റെ തൂലികാനാമമാണ്, ഞാൻ കവിയാണ് എന്ന് പറയാം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കണു എന്ന് പറയാം.
അപ്പൊ ഡോക്ടർ ഒരു 10 രൂപ കൊടുത്തു. ഇതെന്തിനാന്ന് ചോദിച്ചു. അതെ, അടുത്ത ഹോട്ടലിൽ നിന്ന് ഒരു ചായയും ഒരു മസാല ദോശയും കഴിക്കാൻ, അകത്തേക്ക് എന്തെങ്കിലും ചെന്നാലേ പുറത്തേക്ക് പോകുമെന്ന് പറയും. അദ്ദേഹം ഭക്ഷണമേ കഴിക്കാതെ കവിത എഴുതിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ അകത്തേക്ക് എന്തെങ്കിലും ചെല്ലണം. കാരണം ഈ വെറും പറയുന്നു യതന്തഃ അപി, യത്നിക്കുന്നു എന്ന് പറഞ്ഞാൽ 3.5 മണിക്ക് തന്നെ വന്നിരിക്കുന്നു ഇവിടെ. യതന്തഃ. ക്ഷമിക്കണേ. പക്ഷെ അങ്ങോട്ട് പോരുന്നില്ല. ഒരിക്കലും ഒരാള് ഈ ഒരു ബസ്സില് ഒരു ആപ്പിൾ കച്ചവടക്കാരൻ ഒരു സ്ത്രീക്ക് ആപ്പിൾ കൊടുത്തു, കഴിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് വേണ്ട ആപ്പിള്. ഇതെന്തിനാ ആപ്പിള്? എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ല. അല്ല, നിങ്ങൾ കഴിക്കണം, കഴിക്കൂ. അതെന്തിനാണ്? എനിക്ക് വേണ്ടാന്നല്ല പറഞ്ഞു. തുടച്ചു തരാം, കഴിക്കും. എന്തിനാ? അതെ, ഇത് കഴിച്ചിട്ട് പണ്ടൊരാൾക്ക് ഇത് കഴിച്ചപ്പോഴാണ് നാണം തോന്നിയത്, ഔവയ്ക്ക്. അതുകൊണ്ട് കുറച്ച് നാണമെങ്കിലും തോന്നാണ്ട് കഴിക്കും. ഒരു ഡോക്ടർ എന്താ വിവാഹ ബന്ധം വേർപെടുത്തിയെന്ന ഭാര്യ ദിവസവും ഒരു ആപ്പിൾ കൊടുക്കും രാത്രി. അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്നാണ്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് അവേ ദ ഡോക്ടർ. ചിലപ്പം എന്തെങ്കിലും ആവശ്യമാണ്. യതന്തഃ അപി അകൃതാത്മനഃ അചേതസഃ ഏനം ന പശ്യന്തി. യത്നിക്കുന്നു, പക്ഷേ കാണുന്നില്ല എന്ന് പറയാം. അപ്പൊ യത്നം ഒന്നുകൂടെ ഉഷാറാക്കേണ്ടതുണ്ട്. നോക്കാം നമുക്ക് അടുത്ത ശ്ലോകം. യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഭഗവാൻ ഇവിടെയൊക്കെ നമ്മളോട് പറയണു, അല്ലെങ്കിൽ ഗീത മനനം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എത്ര ജാഗ്രതയുള്ളവരാ. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് ജാഗ്രത, നിങ്ങളുടെ എന്താ പറയാ ശ്രദ്ധ, അത് ഈ വഴിയിൽ കുറച്ചുണ്ടാകട്ടെ എന്ന് പറയാം. അർജുനോട് പറയുന്നു, യത് ആദിത്യഗതം തേജഃ ജഗത് ഭാസയതേ അഖിലം യത് ചന്ദ്രമസി യത് ച അഗ്നൗ തത് തേജഃ വിദ്ധി മാമകം. അർജുന, നീ അറിയാൻ ശ്രമിക്കൂ, നിന്റെ ആന്തരിക സത്ത ഏതൊന്നാണോ ആ ആന്തരിക സത്തയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം വിശ്വത്തിൽ. ഏതുപോലെ എന്നാൽ പറയണു, യത് തേജഃ ആദിത്യഗതം അഖിലം ജഗത് ഭാസയതേ. യത് യാതൊരു തേജഃ ആദിത്യഗതം ആദിത്യനായി സൂര്യനായിട്ട്, ആദിത്യഗതം എന്ന് പറഞ്ഞാൽ ആദിത്യഗതനായിട്ട് സൂര്യനായി പ്രാപിച്ചിട്ട് അഖിലം ജഗത് ഭാസയതേ എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത്. യത് തേജഃ ചന്ദ്രമസി യാതൊരു തേജസ്സാണോ ചന്ദ്രനിലിരിക്കുന്നത്, സൂര്യനിലെ തേജസ് തന്നെയാണ്. അപ്പൊ സൂര്യനിലെ തേജസ് മറ്റൊരു തേജസ്സാണ്. ആ തേജസ് തന്നെയാണ് ചന്ദ്രൻ കടമെടുക്കുന്നത്. എന്നിട്ടാണ് സൂര്യന്റെ അഭാവത്തിൽ ചന്ദ്രൻ അതിനെ പ്രകാശിപ്പിക്കുന്നത്. സൂര്യന്റെ അഭാവത്തിൽ നമുക്കത് പ്രകടമായി കിട്ടുന്നു. യത് തേജഃ അഗ്നൗ യാതൊരു തേജസ്സാണോ അഗ്നിയിലിരിക്കുന്നത്, തത് തേജഃ ആ തേജസ്സിനെ മാമകം വിദ്ധി ഞാനാണെന്നറിയൂ. നമ്മുടെ ശ്രദ്ധ കുറച്ച് ഈ വഴിയിലുണ്ടാകട്ടെ എന്ന് പറയും. ഭഗവാൻ എവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കുകയല്ലേ. കുറച്ചു നേരം അഗ്നിയെ നോക്കിയിരിക്കും. സ്വാമി പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഗ്യാസ് ചെലവാക്കിക്കൊണ്ടുള്ള അഗ്നിയല്ല. ഇനി അങ്ങനെ കത്തിച്ചിരിക്കണ്ട. നല്ല ചാമ്പലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ ആ അഗ്നി ഒന്ന് കാണും. കുറച്ചു നേരം നോക്കും. എന്തൊക്കെ നമുക്ക്
പാപചിന്തകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനെയും ഭസ്മാക്കുക. അതിൽ ആ അഗ്നിയിലെ തേജസ്, അതാണ്, ആ അഗ്നിയാണ് ഞാൻ. എന്റെ ഉള്ളിലൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയെക്കുറിച്ച് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നു. അഗ്നി തേജസ് ഞാനാണ്. ചന്ദ്രനെ നോക്കുന്ന സമയത്ത് ചന്ദ്രന്റെ ആ ശീതളിമ അതാരാണ്? ഞാനാണ്. അപ്പൊ ഇവിടെ വിവേകാനന്ദ സ്വാമികൾ പറയും, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം. അനുഭവത്തിന് യോഗ്യമല്ലാത്ത ഒരു ഈശ്വരനിൽ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഈശ്വരനെ അനുഭവിക്കണു. ഈശ്വരനെ അനുഭവിക്കുക എന്ന് പറയുമ്പം അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഇത് ഈശ്വരന്റെ സാന്നിധ്യമാണെന്ന് ഞാൻ അറിയണം. ഒരു എന്താ പറയാ, നാശം, ഈ അടുപ്പിന്റെ ചുവട്ടിൽ തന്നെ എന്റെ ജീവിതം എന്ന് പറയാതെ. അപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നിരന്തരം അഗ്നിയുമായി സമ്പർക്കത്തിനാണ് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ര അടുക്കളയിൽ ഏതു നേരം. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരല്ലേ. അവരഗ്നിഹോത്രികളായിട്ട് വേറെ ഇരിക്കണു അല്ലേ, തീപട്ടിയൊക്കെ പോക്കറ്റിലിട്ട് നടക്കണു. അത് വിട്ടേക്ക്. പക്ഷെ നമുക്കുണ്ടല്ലോ ഒരു നിരന്തര സമ്പർക്കം. ചന്ദ്രനിലെ ആ ശീതളിമ, ആ മഞ്ഞ്, അതാരാണ്? ഞാനാണ്. അതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ, പറ്റുന്നില്ല. ഒരു തണുപ്പുള്ള രാത്രിയൊക്കെ ഒന്ന് പുറത്തിറങ്ങി നിന്ന് നോക്കൂ. ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കൂ. എന്നിട്ട് പറയൂ ഈശ്വരൻ ഉണ്ടോ ഇല്ലേന്ന്. എന്നിട്ട് പറയുന്നു ഈശ്വരൻ എവിടെയാ. നമ്മളെ വിചാരം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയാ, 4 കൈയൊക്കെ ആയിട്ട് വത്സ. ഈശ്വരന്റെ ഈ തുടക്കം തന്നെ ഇതാണ്. വത്സ, കണ്ണു തുറക്കൂ. ഇവർ കണ്ണടച്ചാലേ വരുള്ളൂ എന്നാ. ഞാൻ സംപ്രീതനായിരിക്കുന്നു, ചോദിക്കൂ എന്താ വേണ്ടത്. ഈ ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ. ഇവർ 3 എണ്ണം തരും. 1 തരില്ല, 3 എണ്ണം. ഈ 3 നമ്മൾ അബദ്ധമായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതാ ഭഗവാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാ, കണ്ണടയ്ക്കൂ, കണ്ണു തുറക്കൂ, വത്സ ചോദിച്ചോളൂ എന്നല്ല. മോനെ വത്സ, ആദിത്യഗതനായിരിക്കുന്നത് ഞാനാണ്, ചന്ദ്രനായിരിക്കുന്നത് ഞാനാണ്, അഗ്നിയായിട്ടിരിക്കുന്നത് ഞാനാണ്. അതിലെ തേജസ് മാമകം വിദ്ധി, ഞാനെന്ന് അറിഞ്ഞാലും. അപ്പം നമ്മുടെ ശ്രദ്ധ ഈ വഴിയിലൊക്കെ കുറച്ചുണ്ടാവട്ടെ. അഗ്നി കാണുമ്പോൾ നിങ്ങൾ ഓർക്കൂ ഇത് ഭഗവാനാണ് എന്ന്. തുടർന്ന് ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വാ രസാത്മകഃ. ഗാം ആവിശ്യ ച ഭൂതാനി ധാരയാമി അഹം ഓജസാ പുഷ്ണാമി ച ഔഷധീഹി സർവാഹ സോമഃ ഭൂത്വാ രസാത്മകഃ. ഇവിടെയൊക്കെ നല്ല ജീവശാസ്ത്രവും എല്ലാ ശാസ്ത്രവും ഭഗവാൻ അവതരിപ്പിക്കുന്നു. അഹം ഓജസ, അഹം ഞാൻ. ഓജസ, ഓജസ് കൊണ്ട്, ഓജസ് എന്ന് പറഞ്ഞാൽ വീര്യം എന്നാണ്. അതായത് അപരിമേയമായ ശക്തി. ഓജസ് തീരാത്തത്. തേജസ്സാണ് ഓജസ്സായി മാറുന്നത് എന്ന് പറയാം. അഹം ഓജസ, ഞാൻ ഓജസ് കൊണ്ട് ഗാം ആവിശ്യ, ഭൂമിയെ ആവേശിച്ചിട്ട്, ഭൂമിയിൽ ഞാൻ ഓജസ്സായി ആവേശിച്ചിട്ട്. എന്താണ് ഭൂമിയുടെ ഓജസ്? അതിൽ നിന്നല്ലേ. എന്ത് ഒരു ശുദ്ധമായ സയൻസാണിത്, ശാസ്ത്രമാണ്. നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ പറയുന്ന ഈ മിനറൽസ് എല്ലാം തന്നെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഭൂമിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ അതിനെ സ്വീകരിക്കുന്നു. ആ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫലമൂലാദികളിൽ ഇതെല്ലാം ഭൂമി നിറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഒരേ ഭൂമിയിൽ നിന്ന് തന്നെയാണ് പച്ചമുളകും തക്കാളിയും വെണ്ടക്കയും കറിവേപ്പിലയും പയറും എന്താ ഇളവനും ഓലനതല്ല മത്തനും അതുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പഴമായാലും പപ്പായ ആയാലും എല്ലാം തന്നെ അല്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടായി ഇതിൽ ഇന്നതൊക്കെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ഈ തേജസ്സിനും ഓജസ്സിനും ഒക്കെ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കരഞ്ഞു പോകും. ആ ഭഗവാന്റെ കാരുണ്യം.
ഗാം ആവശ്യ ച ഭൂതാനി ധാരയാമി അഹം ഓജസ പുഷ്ണാമി ച ഔഷധീ സർവാഹ സോമഃ ഭൂത്വ രസാത്മകഃ. ഇവിടെയൊക്കെ നല്ല ജീവശാസ്ത്രവും എല്ലാ ശാസ്ത്രവും ഭഗവാൻ അവതരിപ്പിക്കുന്നു. അഹം ഓജസ, അഹം ഞാൻ, ഓജസ ഓജസ് കൊണ്ട്, ഓജസ് എന്ന് പറഞ്ഞാൽ വീര്യം എന്നാണ്. അതായത് അപരിമേയമായ ശക്തി, ഓജസ് തീരാത്തത്. തേജസ്സാണ് ഓജസ്സായി മാറുന്നത് എന്ന് പറയാം. അഹം ഓജസ, ഞാൻ ഓജസ് കൊണ്ട് ഗാം ആവശ്യ, ഭൂമിയെ ആവേശിച്ചിട്ട്, ഭൂമിയിൽ ഞാൻ ഓജസ്സായി ആവേശിച്ചിട്ട്. എന്താണ് ഭൂമിയുടെ ഓജസ്? അതിൽ നിന്നല്ലേ, എന്ത് ഒരു ശുദ്ധമായ സയൻസാണിത്, ശാസ്ത്രമാണ്. നമുക്ക് വേണ്ടതെല്ലാം, നമ്മൾ പറയുന്ന ഈ മിനറൽസ് എല്ലാം തന്നെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഭൂമിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു? ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ അതിനെ സ്വീകരിക്കുന്നു. ആ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫലമൂലാദികളിൽ ഇതെല്ലാം ഭൂമി നിറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഒരേ ഭൂമിയിൽ നിന്ന് തന്നെയാണ് പച്ചമുളകും തക്കാളിയും വെണ്ടക്കയും കറിവേപ്പിലയും പയറും ഇളവനും ഓലനതല്ല മത്തനും അതുകൊണ്ടുണ്ടാക്കുന്നതാണ്, ഇല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പഴമായാലും പപ്പായയായാലും എല്ലാം തന്നെ, അല്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടായി ഇതിൽ ഇന്നതൊക്കെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ഈ തേജസ്സിനും ഓജസ്സിനും ഒക്കെ വേണ്ടി. ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കരഞ്ഞു പോകും. ആ ഭഗവാന്റെ കാരുണ്യം. എന്നിട്ട് ഈ അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ, എങ്ങനെ പറയാൻ തോന്നുന്നില്ല. ഈ പറയ അജ്ഞാനിയുടെ ആ മൂർധന്യത്തിലിരിക്കുമ്പോഴേ അത്തരം വാക്കുകൾ തന്നെ വരുള്ളൂ. എടോ, ഈ പ്രകൃതിയിലൊക്കെ ഓരോന്ന് നിറച്ച് നിറച്ച് വെച്ചിരിക്കുന്നത് കാണാൻ കണ്ണില്ലാത്ത നിനക്കൊക്കെ ഇനി എങ്ങനെ വന്നിരുന്നാലാ കാണുക? ഓജസ് ഭഗവാൻ ഇവിടെ പറയുന്നു. ഇതൊക്കെ കേൾക്കാതെ വെറുതെ അതിനിങ്ങനെ 24 വട്ടവും പ്രദക്ഷിണാദികൾ വെച്ച് 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 എന്നിട്ടും ഇത് തന്നെ ഈ കുനിഞ്ഞു 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 വേറെ എവിടെയും നോട്ടമില്ല. എന്നിട്ടിപ്പോ ഇങ്ങനെയാണ് നടക്കുന്നത് തന്നെ. ഇന്ന് മതിയാക്കിയിട്ട് നോട്ടം ഈ വഴിക്കൊക്കെ ആവൂ, നിങ്ങൾ അറിയാതെ കുനിഞ്ഞു പോകും. ഭൂമിയുടെ ഓജസ്, ആ ഓജസ് എങ്ങനെയാണ് അത് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത്? ഓരോന്നും ഗന്ധമായി, രുചിയായി, നിറമായി. ഈ പറഞ്ഞ നമ്മുടെ വസ്ത്രങ്ങളുടെ അതിന്റെ ഇതിന്റെയൊക്കെ കളറൊക്കെ, വലിയ വലിയ കളറൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള പല ചെടികളിൽ നിന്നാണ്. ഓരോന്നിന്റെ ഗുണവും. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഗാം ആവശ്യ, മാത്രമല്ല ഭൂതാനി ധാരയാമി. അഹം ധാരയാമി, ഞാൻ ഓരോന്നിനെയും ധരിച്ചിരിക്കുന്നു. ഞാനാണിവിടെ നിലനിർത്തുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാം മുകളിലേക്ക് പോകും. നമ്മൾ വിചാരിച്ചു ഇത് ന്യൂട്ടനാണ് നിലനിർത്തുന്നതെന്ന് പണ്ടേ. അതിനു മുമ്പ് ആപ്പിളെല്ലാം മുകളിലേക്ക് പോയി, വീണ്ടും ആപ്പിള് പോട്ടെ. അപ്പൊ അതിനു മുൻപും ഇത് താഴേക്ക് തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. എല്ലാറ്റിനെയും ഞാൻ നിലനിർത്തുന്നു, എന്നിൽ നിലനിർത്തുന്നു, ഞാൻ എല്ലാം കൊടുക്കുന്നു. ഭൂതാനി, ഭൂതങ്ങളെ ധാരയാമി, ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുന്നു. രസാത്മക സോമഃ ഭൂത്വ, തുടർന്ന് ഭഗവാൻ പറയുന്നു, ഞാൻ രസസ്വരൂപനായി സോമഃ ചന്ദ്രനിൽ ഭൂത്വ പ്രവേശിച്ചിട്ട് സർവാഹ എല്ലാ ഔഷധികളെയും പുഷ്ണാമി പോഷിപ്പിക്കുന്നു. അപ്പൊ ചന്ദ്രന്റെ മഞ്ഞ്, ആ മഞ്ഞാണ് എല്ലാ സസ്യലതാദികൾക്കും പോഷണമേകുന്നത്, അല്ലേ? അതെ. ചന്ദ്രൻ നോക്കൂ, എന്തൊക്കെ ഗവേഷണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെന്നറിയോ? വേലിയേറ്റ സമയത്ത് മത്സ്യങ്ങൾ വന്നിട്ട് ഈ മുട്ടയിടും. അതിന്റെ തീരത്ത് ഈ എന്താ പറയാ, ഈ തടാകങ്ങളുടെയൊക്കെ ചില തീരങ്ങളുണ്ട്. അതിൽ പോയിട്ട് ചില മത്സ്യങ്ങൾ മുട്ടയിട്ടിട്ട് വേലിയിറക്ക സമയത്ത് അത് അങ്ങോട്ട് പോകും. പിന്നെ അടുത്ത വേലിയേറ്റത്തിൽ അത് ജനിച്ച് അത് വീണ്ടും കരയിലേക്ക് പോകും.
ഇതിന് കൃത്രിമമായി ഈ വേലിയേറ്റ ഈ മത്സ്യത്തെ അവർ ഗവേഷണം നടത്തുകയാണ്. പല ഗവേഷണത്തിന് അതിലൊരു ഗവേഷണം ഇതാണ്, ഈ മത്സ്യങ്ങളെ എങ്ങനെ കൃത്രിമമായി ഈ വേലിയേറ്റ വേലിയിറക്ക സാന്നിധ്യം കൃത്രിമമായി ഉത്പാദിപ്പിച്ച് അതിന് ശ്രമം നടത്തിയവർ അതിലൊക്കെ പരാജയപ്പെട്ടു. അവസാനം ഈ വേലിയേറ്റ സമയത്ത് ഇത് വീണ്ടും ഇതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള സ്വാഭാവികമായ വേലിയേറ്റത്തിൽ അത് പോകുന്നു, മുട്ടയിടുന്നു, അതുപോലെ വീണ്ടും അടുത്ത വേലിയേറ്റത്തിൽ അത് തിരിച്ചു വരുന്നു. അപ്പൊ ഒരു എത്രയോ ഈ നദിയിലുള്ള മത്സ്യത്തിന്റെ പ്രജനനത്തെ, അതിന്റെ പ്രത്യുത്പാദനത്തെ അങ്ങ് ചന്ദ്രനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു നൂലുണ്ടല്ലോ, സൂത്രേ മണിഗണായുവ എന്ന് പറഞ്ഞ നൂല്. മാത്രമല്ല നമ്മുടെയൊക്കെ ചെടികളിൽ വീഴുന്ന മഞ്ഞ്, ആ പൂക്കളെ ഏറ്റുവാങ്ങുന്നത് അങ്ങേയറ്റത്തെ ഫലവത്തായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നതിനാണ്. അപ്പൊ ഈ മഞ്ഞിൽ ഞാൻ എന്ത് നിറച്ചിരിക്കുന്നു? ഭഗവാൻ പറയുന്നു, രസാത്മക സോമഹ ഭൂത്വ സർവാഹ ഔഷധി. ഔഷധികളിൽ ഔഷധി എന്നാ പറയുന്നത്. ഞാൻ അതിലൊക്കെ നമുക്ക് വേണ്ടതൊക്കെ വേറെയും നിറച്ചു വെച്ചിട്ടുണ്ട്. തുടർന്ന് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അതിഗംഭീരായിട്ടുള്ള ശ്ലോക എഴുതി വെച്ചോളൂ, വളരെ പ്രധാനപ്പെട്ടത്. അഹം വൈശ്വാനരഃ ഭൂത്വാ പ്രാണിനാം ദേഹം ആശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അഹം ഞാൻ ഭഗവാൻ വൈശ്വാനരഃ ഭൂത്വ വൈശ്വാനരനായി ഭവിച്ചിട്ട്, ആരുടെ? പ്രാണിനാം ദേഹം ആശ്രിതഃ, പ്രാണിനാം ദേഹം ആശ്രിതഃ വൈശ്വാനരഃ ഭൂത്വ. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാനരസ്യ അപത്യം പുമാനിധി വൈശ്വാനരൻ. എന്താ പറയാ ഇവിടെ പറയുന്നത്? വിശ്വാനരൻ എന്ന മുനിയുടെ പുത്രനാണ് ഭഗവാന് പറയുന്നത്. വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ ജഡരാഗ്നി എന്നാണ്, വിശപ്പാകുന്ന അഗ്നി, വൈശ്വാനരാഗ്നി. അതായി ഞാൻ ഭവിച്ചു. ആരില്? സകല പ്രാണികളിലും. പ്രാണി എന്ന് പറഞ്ഞാല് പ്രാണനെ ധരിച്ചിട്ടുള്ളത്, അല്ലാതെ കാല് വെച്ച് എഴഞ്ഞു പോകുന്നത് എന്നല്ല. നമ്മളൊക്കെ പ്രാണികളാണ്. അപ്പൊ അഹം പ്രാണിനാം ദേഹം ആശ്രിതഃ വൈശ്വാനരഃ ഭൂത്വ, വൈശ്വാനരാഗ്നിയായി ജഡരാഗ്നിയായി ഭവിച്ചിട്ട് പ്രാണാപാന സമായുക്ത. പ്രാണൻ, അപാനൻ, അതിന്റെ ഇടയിൽ വ്യാനൻ, ഉദാനൻ, സമാനൻ, അതും കൂടെ ഉണ്ട്. പ്രാണാപാന സമായുക്ത എന്ന് പറഞ്ഞാൽ പ്രാണനായിട്ടും അപാനനായിട്ടും ഉദാനനായിട്ടും സമാനനായിട്ടും അവരൊക്കെ ഓരോരോ പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നടത്തുന്നുണ്ട്. എന്താണെന്ന് പറയാം. ചതുർവിധം അന്നം അഹം പചാമി. 4 പ്രകാരത്തിലുള്ള അന്നത്തെ ഞാൻ പചിക്കുന്നു, ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഏതൊക്കെയാ 4 വിധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചർവ്യരൂപത്തില്, ഖാദ്യരൂപത്തില്, പേയരൂപത്തില്, ലേഹ്യരൂപത്തില്. അതായത് കടിച്ച് മുറിച്ച് പൊട്ടിച്ച് തിന്നുന്ന റസ്ക്, പിന്നെന്താ ഈ കോഴിക്കോടൻ ചിപ്സ്, പിന്നെ ചിലതൊക്കെ അതായത് ഇപ്പം ശബരിമലയിലെ ഉണ്ണിയപ്പം, അതൊക്കെ അങ്ങനെ വേണം. ഉണ്ണിയപ്പം കഴിച്ചിട്ട് പലരുടെയും പല്ല് പോയിട്ടുണ്ട് ഉണ്ണിയപ്പത്തിന്റെ കൂടെ തന്നെ. അതൊക്കെ അങ്ങനെ പെടുന്നത് ചർവ്യമാണ് എന്ന് പറയുക. ഖാദ്യം കടിച്ച് തിന്നുന്നത്, ഈ കരിമ്പൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്. പേയം കുടിക്കുന്നത്, ലേഹ്യം ഐസ്ക്രീം ആദികളൊക്കെ അങ്ങനെയുള്ള അത് നക്കി കഴിക്കുന്ന. പക്ഷെ ചിലർക്ക് അതിലുണ്ട് ചിലരുടെ ഒരു ശൈലിയൊക്കെ. അതൊന്നും സ്വാമി ഇപ്പൊ വിസ്തരിക്കുന്നില്ല. അത് നക്കി കഴിക്കേണ്ടത് നക്കി തന്നെ കഴിക്കണം. ആ കുട്ടികളൊക്കെ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യും അല്ലേ? കുട്ടികൾ ഈ ഐസ്ക്രീം ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കില്ല. ആദ്യം അവരതിൽ വിരൽ മുക്കും, എന്നിട്ട് അവർക്കത് സാവകാശം കഴിക്കുന്നതാ ഇഷ്ടം, പെട്ടെന്ന് തീർക്കാനിഷ്ടം. നമ്മൾ പറയും വേഗം തീർക്കടാന്ന് പറയും, അതവന് ഇഷ്ടമല്ല എന്ന് പറയാം. ഇനി അതെല്ലാം കഴിഞ്ഞാൽ അവൻ ആ കപ്പിനെ ഒരു ക്ലീനാക്കലുണ്ട് ഇല്ലേ, അതിന്റെ അടി വരെ. ചില കുട്ടികൾ അതിന്റെ ആ കറക്റ്റ് ഗ്യാപ്പ് നോക്കി പൊളിച്ചെടുത്ത് ക്ലീൻ വേണമെങ്കിൽ ഇനിയും ആ കപ്പിനെ ഉപയോഗിക്കാന്ന് പറയും.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള കഴിക്കലുണ്ട് എന്ന് പറയും. അപ്പൊ പൊട്ടിച്ച് തിന്നണതും ചവച്ചരച്ച് തിന്നണതും നക്കി ലേഹ്യാദികളും അതുപോലെ കുടിക്കുന്നതും ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? അഹം പചാമി. ഇതൊന്ന്. പിന്നെ ചതുർവിധമായിട്ട് 4 രൂപത്തിലുള്ള ഒരു അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഗന്ധരൂപം ഒരന്നമാണ്, തേജോരൂപം അന്നമാണ്, അതുപോലെ വായുരൂപം അന്നമാണ്, ജലരൂപം അന്നമാണ്. ഇതും 4 അന്നമാണ് എന്ന് പറയും. ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഗന്ധരൂപം, തേജോരൂപം, വായുരൂപം, ജലരൂപം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അഹം വൈശ്വാനരഹ ഭൂത്വ, വൈശ്വാനരനായി ഭവിച്ചിട്ട് പ്രാണിനാം ദേഹി, എല്ലാ പ്രാണികളുടെയും ഉള്ളിലെ വൈശ്വാനരനാണ് ഭഗവാൻ എന്ന് പറയാം. അപ്പൊ വിശപ്പ് എന്നുള്ളത് ഭഗവാന്റെ ഒരു വിളിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം നൽകാം. അതേത് കാട്ടുകള്ളനായാലും കുഴപ്പമില്ല, ഭക്ഷണം കൊടുക്കണം. ആരെങ്കിലും ഭക്ഷണത്തിന് ചോദിച്ചു വന്നാൽ അവന്റെ ജാതിയോ മതമോ അവന്റെ പിറകിലുള്ള ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കണ്ട, കൊടുത്തേക്കാം. അവിടെ മുറ്റത്തെങ്കിലും ഇരുത്തിയിട്ട് കൊടുക്കുക. അത് ഇലയിട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കൂ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. വെറുതെ അതും ഇതൊന്നും കൊടുക്കാൻ പാടില്ല, അന്നം കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അത്ര? വിശക്കുന്ന കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നത് പോലെയാ. എന്തിനാ? ആ കുട്ടിക്ക് ഭക്ഷണം വേണം. അങ്ങനെ വിശക്കുന്ന കുട്ടി അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ വരുന്നത് പോലെ സകല ജീവജാലങ്ങളും ഭക്ഷണത്തിനായിട്ട് അന്നത്തിന്റെ അടുത്തേക്ക് വരുന്നു. ശാർക്കരാക്ഷ എന്ന് പറഞ്ഞ ഉപനിഷത്ത് വിദ്യാർത്ഥിയോട് ഗുരു പറയുന്ന, ഹേ ശാർക്കരാക്ഷ, മൂടാന്നാ വിളിക്കുന്നു. നീ ഈ ബാഹ്യമായിട്ടുള്ള അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസ് ഭഗവാനിൽ എത്തുന്നില്ല എന്ന് പറയാം. ഈ ബാഹ്യമായ അഗ്നിയിൽ ഹവിസ് ഹോമിക്കുന്നത് നിർത്തിയിട്ട് ജഡരാഗ്നിയിൽ ഹോമിക്കൂ എന്ന് പറഞ്ഞാൽ നീ പ്രാണിവർഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ നമുക്ക് അസുഖം ഉണ്ടാകുന്ന സമയത്ത് നായക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന്. അതെ, നായ അത് കഴിച്ചിട്ട് ഒരു ഏമ്പക്കൊക്കെ വിട്ട് നമ്മളെ ഒന്ന് നോക്കും. ആ നോട്ടം മതി നമ്മളുടെ എല്ലാ അസുഖവും മാറാൻ. എന്തുകൊണ്ട്? അവന്റെ വൈശ്വാനരൻ തൃപ്തിയായി. വൈശ്വാനരൻ ഏകനാണ്. അപ്പൊ അന്നത്തിനായി ഓടി വരുന്നവർക്ക് കൊടുക്കാതെ നീ അതിനെ തട്ടിമാറ്റിയിട്ട് നീ ബാഹ്യമായ ഈ അഗ്നിയിൽ ഹോമിക്കുന്ന നീ മൂഢനാണ്. നിന്റെ ഈ ഹവിസ് എവിടെയും എത്തുന്നില്ല എന്ന് പറയാം. അപ്പൊ ഹോമാദികളെ പൂർണ്ണമായി നിഷേധിക്കുകയല്ല. ഒരുവൻ ഇത്തരത്തിലാണ് ഹോമം ചെയ്യുന്നത്, ബാഹ്യമായ അഗ്നി. അതുകൊണ്ടല്ലേ ഭഗവാൻ ഈ ഒരു രഹസ്യം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ഋത്വിക്കുകൾ ചേർന്നിട്ട് വലിയ യാഗം നടത്താൻ ഒരുമ്പെട്ട സമയത്ത് കൃഷ്ണനും കൂട്ടാളികളും വിശന്നിട്ട് വയ്യ എന്നും പറഞ്ഞു പോയ സമയത്ത് ഇവിടെ ഒന്നുമില്ല, ഓടിക്കോളാനാ പറഞ്ഞത്. സാക്ഷാൽ ഭഗവാൻ ഏതൊരുവനാണോ ഈ ഹവിസ് മുഴുവൻ സ്വീകരിക്കേണ്ടത്, അവൻ മാനുഷരൂപം ധരിച്ചു വന്നിട്ട് ഇതാ എന്തെങ്കിലും കൃഷ്ണൻ വന്നു എന്ന് പറയൂ എന്ന് പോയി പറയാനൊക്കെ പറഞ്ഞപ്പോ ഏത് കൃഷ്ണൻ? ആ കന്നാലിക്ക് ഇവിടുന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മളും ഇങ്ങനെയൊക്കെയാ. നാളെ അവിടെ കൊണ്ടുപോയിട്ട് കദളിക്കൊലയും അതും ഇതൊക്കെ വെക്കും അല്ലേ? വീട്ടിൽ ചിലപ്പം കുട്ടികൾ ഇങ്ങനെ വിശന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഈ കദളിയിൽ ഇങ്ങനെ നോട്ടം വെച്ചിട്ടുണ്ടാവും, പക്ഷെ കൊടുക്കില്ല, എനക്ക് തരില്ല എന്ന് പറയും. അതുകൊണ്ട് ഈ അഗ്നിയെ, ഈ വൈശ്വാനരാഗ്നിയെ അറിയേണ്ടതുണ്ട്. ആരാണ്? അഹം, ഞാനാണ് ആ വിശപ്പ്. അവ എന്നെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭൂതഋണം, ഭൂതങ്ങളോട് നമുക്കൊരു ഋണമുണ്ട്, കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ, ഇപ്പോഴും ചില വീടുകളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില അമ്മമാര് ചെയ്യുന്ന പണി കാക്കയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവരുടെ തലേന്ന് രാത്രി ബാക്കിയായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ കാണാം, കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. കാക്കകൾ അത് വന്ന് കഴിച്ചു പോകും. വലിയൊരു കാര്യമാണത്. ചില അമ്മമാർക്ക് കാക്കയെ കണ്ടുകൂടാ. കാണുമ്പോൾ പറയും കള്ള കാക്കകളാണ് അതെല്ലാം. കാരണം അന്ന് എന്റെ അടുത്തുനിന്ന് അറിയോ 10 രൂപയ്ക്ക് ആകെ 4 ചാളയാണ് കിട്ടിയത്, അതിലൊന്ന് കൊണ്ടുപോയത് ഇതാണെന്ന് പറയാം. കാരണം അവർക്ക് അവകാശപ്പെട്ടതായിട്ട് ഒന്നത് കൊണ്ടുപോയി എന്ന് പറയാം.
മത്സ്യമൊക്കെ നന്നാക്കുന്ന സമയത്ത് ഈ മത്സ്യത്തിന്റെയൊക്കെ മണം കേട്ടിട്ട് വരുന്ന ജീവികളുണ്ട്. ആ സമയത്തൊക്കെ അതിനെയൊക്കെ അടിച്ച് എറിഞ്ഞു ഓടിക്കുന്നത് അല്ലേ? എന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മൾ ചെയ്യുന്നറിയോ? ഈ പശു ഇതൊക്കെ ഇപ്പൊ പോസ്റ്ററൊക്കെ തിന്നണു. സിനിമ പോസ്റ്റർ ഒട്ടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം വരും. മോഹൻലാലിനെയൊക്കെ മൊത്തത്തിലൊരടിയാണ്. എന്താണത്ര? അതിൽ നല്ല പശയുണ്ട്, പിന്നെ ആ പേപ്പർ. വേറൊന്നും തിന്നാനില്ലല്ലോ പാവങ്ങൾക്ക്. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ തിന്നാൻ തുടങ്ങി. ഈ പ്രകൃതി ജീവനക്കാർ കാരണം ഇപ്പൊ പശുവിന് ഉണ്ണിത്തണ്ടോ അല്ലെങ്കിൽ പുല്ലോ ഒന്നും കിട്ടുന്നില്ല. അതെല്ലാം അവര് കഴിക്കുക. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മത്സ്യവും ഈ ബലികർമാദികൾ, ശ്രാദ്ധാദികളൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാ കോലം വരയ്ക്കുന്നത്? ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. ഉറുമ്പ് വരാത്ത കോലപ്പൊടി കിട്ടാനുണ്ട് ഇപ്പം അല്ലേ? ഈ കോലപ്പൊടിയിൽ ഉറുമ്പ് പൊടി ഇട്ടിട്ട് കോലം വരയ്ക്കുന്നവരുണ്ട്. അതെ, എടോ, ഭൂതഋണത്തിന്റെ ഭാഗമായിട്ട് പൂർവന്മാര് ചെയ്തു വെച്ച ഒരു പണിയാണ് ഈ രാവിലെ ഇതിടല്. ഈ ഇങ്ങനെയുള്ള പ്രാണികൾക്ക് അവർ കൊണ്ടുപോയി തിന്നും. അപ്പൊ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയായി അത്. അപ്പൊ അതിലൊരു കല, ഈ ഇടുന്നവന് ഒരു കല ഉണ്ടാവട്ടെ, അതുകൊണ്ട് അവൻ ആ കളം ഭംഗിയായിട്ട് ചെയ്യുന്നു. ഗ്രാമങ്ങളിലൊക്കെ ഇല്ലേ നമ്മുടെ ഈ പശുവിന് വെള്ളം നിറച്ചു വെക്കുന്ന വലിയ കല്ലുകൾ തന്നെ ഉണ്ട്. കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വലിയ കല്ലിന്റെ വലിയ കല്ല് ഇതാക്കി എടുത്തിട്ടുള്ള, അതില് വെള്ളം ഒഴിച്ചിട്ടേക്കും. എന്തിനാ? പശുക്കൾക്ക് കുടിക്കാൻ. നോക്കൂ, നമ്മൾ ശരിക്ക് കണ്ടൊരു കാഴ്ച നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഈ ഷൊർണൂർ ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ കാണാം. ഇപ്പം നമ്മൾ അതിന്റെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഷൊർണൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ട്രെയിൻ അങ്ങനെ നിർത്തിയിരിക്കുക. ആ സമയത്തുണ്ട് ഒരു പശു വന്നിട്ട് ഈ വാട്ടർ ടാപ്പ് ഇല്ലേ, ഇതിങ്ങനെ മൂക്കോണ്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വെള്ളം അങ്ങനെ കുടിക്കണു. അപ്പൊ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു അതിങ്ങനെ ലീക്കായിരിക്കുകയാണ്. പശു ഇങ്ങോട്ട് നിന്നപ്പോ അത് ഇതായി. കാക്കയ്ക്ക് വരെ ഇപ്പൊ പൈപ്പ് ഓൺ ചെയ്യാൻ അറിയാം. കാരണം അവരുടെ സാധ്യതകൾ മുഴുവൻ നഷ്ടപ്പെട്ടു, വെള്ളം കിട്ടുന്ന സാധ്യത. അപ്പൊ നമ്മുടെ ടാങ്കിന്റെ മുകളിലൊക്കെ കാക്ക വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ അത് പോയി ചാവുന്നത്. എന്നിട്ട് നമ്മൾ പറയണു, ഓ കാക്ക കണ്ടോ അതിന്റെ ഉള്ളിൽ പോയിട്ട് ചത്തത്. എവിടെയെങ്കിലും കുറച്ചെങ്കിലും വെള്ളം മുറ്റത്ത് അവിടെ ഇവിടെയെങ്കിലുമൊക്കെ വെക്കണം. വന്ന് നോക്കൂ, ഓ കാക്ക വന്ന് വെള്ളത്ത് തലയിട്ട് എന്തോ ലക്ഷണക്കേട് വരാനുണ്ട്. നമുക്കിങ്ങനെയാ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നമ്മൾ. കാരണം വൈശ്വാനരാഗ്നി, ഞാൻ വൈശ്വാനരനായിട്ട് നിലകൊള്ളുന്നു എല്ലായിടത്തും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. പിന്നെ ഭഗവാൻ പറഞ്ഞത് പ്രാണാപാന സമായുക്തൻ എന്നാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഊർധ്വഗതിയുള്ള, മുകളിലേക്ക് നമ്മുടെ പ്രാണൻ, പ്രഥമനായിട്ടുള്ള പ്രാണൻ. അപാനൻ എന്ന് പറഞ്ഞാൽ വിസർജനാദി പ്രക്രിയകളൊക്കെ ചെയ്യുന്ന ആള്. അതില്ലെങ്കിലും നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഈ മകന്റെ കല്യാണം അല്ലെങ്കിൽ മകളുടെ കല്യാണം പറയാൻ പോകുമ്പോഴാണ് ഇത് ഏറ്റവും അനുഭവപ്പെട്ടത്. ഒരു വീട്ടിൽ ചെന്നു, അപ്പൊ അവര് എന്തെങ്കിലും കഴിക്കാതെ പോകാൻ പറ്റില്ല, എന്തെങ്കിലും തന്നു. അപ്പൊ അവിടുന്ന് സർബത്തും പിന്നെ ഒരു ലഡുവും ഒക്കെയാണ് കഴിച്ചത്. അടുത്ത വീട്ടിൽ ചെന്നപ്പോ നല്ല കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന കപ്പ, എന്നായിരിക്കട്ടെ, അതും ചായ, അതിന്റെ അപ്പുറത്തുനിന്ന് കാപ്പി, അതിന്റെ അപ്പുറത്തുനിന്ന് പായസം, അതിന്റെ ഇങ്ങനെ ഒരു 5 വീട്ടായപ്പോഴേക്കും ഏകദേശം ഒരു പരുവത്തിലായി അല്ലെ. പിന്നെ വീട്ടിൽ ഇതെന്താ നിങ്ങളെന്നാ പറയണ്ടേ ഇങ്ങനെ പോകുമ്പം, ഇതൊക്കെ ഇനി ആര് കഴിക്കും? എന്നാ ശരി കുറച്ചെടുക്കൂ, അതും കഴിച്ചു. അങ്ങനെ രാത്രി 12 മണിയായപ്പോഴാണ് ഈ വൈശ്വാനരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. വൈശ്വാനരൻ നോക്കുമ്പോ എല്ലാം കൂടെ എന്ത് ചെയ്യും? ഒന്ന് അടുക്കി വാങ്ങി വെക്കാൻ പോലുള്ള സമയമില്ല. പിന്നെ നമ്മളോട് ചോദിക്കുക, കുറച്ച് വെള്ളം ചോദിക്കും. ദാഹിക്കും നമുക്ക്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു ദാഹം ഉണ്ടാവും. കുറച്ചൊരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കും. പിന്നെ മൂപ്പര് ചെയ്യുന്നത് ഒരൊറ്റ മിക്സി ഇട്ട് ഒരടിയാണ്. പിന്നെ പോയി ഇരിക്കുന്നത് അറിയാം. ആരാ? അപാനൻ. പിന്നെ ഒരു 2 ദിവസത്തേക്ക് കല്യാണം വിളിക്കാനുമില്ല, ഒന്നിനുമില്ല. അപ്പോഴും ഓർത്തുകൊള്ളുക, അപാനനാണ് അനുഗ്രഹിക്കുന്നത് എന്ന് പറയാം. ലാറ്ററിലിരുന്ന് വയറിന് നന്നായി ശോധന ഉണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അപാനനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഒരു ശിശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്,
കൊണ്ടുവരുന്നത്. ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അപാനൻ ഞാനാണ്. ഞാനാകും. എന്തൊക്കെ വിസർജനാദികൾ ചെയ്യുന്നു, അപാനവായുവായിട്ട് ഞാനാണ് അത് ചെയ്യുന്നത്. എടോ, നിനക്ക് എന്റെ അനുഗ്രഹമില്ല എന്ന് നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, നിനക്ക് നേരത്തിന് നടക്കുന്നില്ലേ? എങ്കിൽ ഞാൻ അനുഗ്രഹമായിട്ട് ഇരിക്കണമെന്ന് പറയും. ബാക്കി നമുക്ക് നാളെ ആവാം.